ഭാഗവതം ക്ലാസ് 92. നമ്മളിന്ന് നോക്കുന്നത് സ്കന്ധം 4-ലെ 30-ാമത്തെ അധ്യായമാണ്. ഇതിൽ ഭഗവാൻ പ്രചേതസ്സുകൾക്ക് വരം കൊടുക്കുകയാണ്. നമ്മൾ പ്രചേതസ്സുകൾ എന്താണെന്ന് ഒന്നും കൂടി മനസ്സിലാക്കാൻ ശ്രമിച്ചതിന് ശേഷം അതിലേക്ക് പോകാം. നമ്മുടെ എല്ലാ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യേണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ശാസ്ത്രതത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കർമ്മം ചെയ്യുക. ആ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തെ നയിക്കുവാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വേണ്ടി വരും. ഉദാഹരണമായിട്ട് ഒരു കല്യാണമാണെങ്കിൽ ആ കല്യാണം നടത്തുന്നതിനെല്ലാം അതിനെ മേൽനോട്ടം വഹിച്ച് നടക്കുന്ന ഒരാളുണ്ടാവും. അതേപോലെ തന്നെ ചെറിയ ചെറിയ മറ്റുള്ള കാര്യങ്ങൾ നോക്കാൻ ഒരാളെ ഏൽപ്പിക്കും. അല്ലാതെ കല്യാണം ഒരു ഫങ്ഷൻ എന്ത് കാര്യമാണെങ്കിലും അതിനെ ഏകോപിപ്പിക്കാൻ ഒരു ശക്തിവിശേഷമുണ്ട്, അതിനൊരു പ്ലാനുമുണ്ട്. ഉദാഹരണമായിട്ട് ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒരു പ്ലാനുണ്ട്, ഒരു ടൈം ടേബിളുണ്ട്. അപ്പോൾ ഇന്ന ക്ലാസ്സിൽ ഇന്ന വിഷയം ഇന്ന ടീച്ചർ പഠിപ്പിക്കണം എന്നെല്ലാം വെച്ചിട്ട് അതിനനുസരിച്ചാണ് പോകുന്നത്. അപ്പോൾ ഒരു പ്ലാനുണ്ട്. പിന്നെ ആ പ്രവർത്തനത്തെ ഏകീകരിക്കാൻ കുറച്ച് ആളുകളുണ്ട്. ഇതുപോലെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് പിന്നിൽ ഒരു ശക്തി വിശേഷമുണ്ട്. പിന്നെ ആൾ രൂപമൊന്നും വേണമെന്നില്ല. നമ്മൾ ആള് എന്ന നിലയിൽ ചിന്തിക്കുന്നത് തന്നെ അർത്ഥമില്ല. ഒരു ശക്തിയാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ തന്നെ എന്ത് ചെയ്യുമ്പോഴും ഈ നാം എന്ന ഈ ശരീരമല്ല അത് ചെയ്യുന്നത്. ശരീരമാണ് ചെയ്യുന്നത്. അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഈ ശരീരമല്ല. ഈ ശരീരത്തിൻ്റെ അകത്ത് ഒരു മനസ്സിൽ ഒരു ചിന്താഗതി വരുന്നുണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ കർമ്മം ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ വിചാരിക്കും എന്നാൽ പിന്നെ ഒരു സിനിമക്ക് പോയി കളയാം. അപ്പം എന്തോ ഒരു ബാഹ്യ പ്രേരണ, ആ പ്രേരണാശക്തിക്ക് ഞാനെന്ന ഈ ശരീരമായി കാണാൻ പാടില്ല. ആ പ്രേരണാശക്തി ഞാൻ മാതിരിയല്ല, ഞാൻമാരി എൻ്റെ രൂപമൊന്നും ആണെന്നില്ല. കാരണം പലവർക്കും ആ സമയം തോന്നും സിനിമക്കൊന്ന് പോയി കളയാം. പക്ഷേ ശരീരങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഒരു പ്രേരക ശക്തിയാണ് ഈ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് നമ്മളതിനെ ഏകോപിപ്പിക്കുന്ന പോലെ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് പിന്നിലൊരു ശക്തിയുണ്ട്. ആ ശക്തി പ്രപഞ്ചം സൃഷ്ടിക്കുന്നു. അതിൽ ചില കർമ്മങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. മനുഷ്യരെ കൊണ്ടാണ് കുറേ കർമ്മങ്ങൾ ചെയ്യിച്ച് പുരോഗതി നേടുന്നത്. അപ്പം അതിനൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. മനുഷ്യർ തന്നെ അവരെ നിയന്ത്രിക്കാൻ ഒരു ശക്തി വേണം. അതാണ് രാജാവായിട്ടുള്ള പൊസിഷൻ. അപ്പം രാജാവ് എന്ന ആൾക്കാരെ നിയമിക്കണം. ആ രാജാവിലൂടെയാണ് പ്രജകൾ മുന്നോട്ടേക്ക് നയിക്കേണ്ടത്. അതെന്ന് വെച്ചാൽ ആ ശക്തി വിശേഷം എന്തൊരു ലോകമാണോ ഉണ്ടാക്കാൻ ചിന്തിക്കുന്നത്, ആ തരത്തിലാണ് രാജാവ് പ്രജകളെ നയിച്ചു കൊണ്ടുപോകേണ്ടത്. അപ്പം അവിടെ എല്ലാം തന്നെ ഒരു പ്രേരക ശക്തിയാണ് ആദ്യം ആക്ട് ചെയ്യുന്നത്. ആ പ്രേരക ശക്തി മനുഷ്യരുടെ ഇടയിലെല്ലാം കയറി എന്നിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത്തരം രാജാക്കന്മാരെ നിയന്ത്രിക്കുന്ന, രാജാക്കന്മാരെ സൃഷ്ടിച്ച് അവരിലൂടെ കർമ്മങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്ന, ജനങ്ങളെ ഏകോപിപ്പിക്കുന്ന ശക്തിയെ നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ പ്രചേതസ്സുകളുടെ മക്കളെ പറ്റിയാണ് പറയുന്നത്. മക്കൾക്കാണ് ബാക്കിയുള്ള എല്ലാ ദേശങ്ങളിലെയും ബാക്കിയുള്ള കർമ്മങ്ങൾ ഓരോ ദേശത്തെയും നയിച്ചു കൊണ്ടുപോകാനുള്ള ശക്തിവിശേഷങ്ങളാണ് പ്രചേതസ്സുകളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം അത് ലോകം മുഴുവനുള്ള ശക്തിവിശേഷങ്ങളാണ്. അത് ലോകത്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ദേശവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്.
ഇപ്പം നമ്മൾ തന്നെ രാഷ്ട്രീയപരമായിട്ട് ലോകത്തെ വീക്ഷിക്കുമ്പോൾ വെസ്റ്റേൺ കൺട്രീസ്, ഈസ്റ്റേൺ കൺട്രീസ്, മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ഇങ്ങനെയെല്ലാം തരംതിരിക്കുന്നുണ്ട്. അവർ തമ്മിലൊരു വ്യത്യാസമുണ്ട്. രാഷ്ട്രീയപരമായിട്ടും എല്ലാം അതിൽ മാറ്റം വരാം. അതുമാതിരി കേരളക്കാർ, തമിഴ്നാടുകാർ, ഇവരിലെല്ലാം ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട് ദേശത്തിനനുസരിച്ച്. രൂപത്തിലും ഭാവത്തിലും എല്ലാം ദേശത്തിനനുസരിച്ച് വ്യത്യാസമുണ്ട്. രാഷ്ട്രീയപരമായിട്ട് വ്യത്യാസങ്ങളെല്ലാം കാണും. എല്ലാ പലതരത്തിലുണ്ട്. അപ്പം അവരെല്ലാം ഏകോപിപ്പിക്കാൻ ഓരോ ദേശത്തിലും ഓരോ ശക്തിവിശേഷങ്ങളായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്ത തരം ജനവിഭാഗങ്ങളെ ലോകത്തിൽ സൃഷ്ടിച്ച് അവരെ നയിക്കുന്ന ശക്തിവിശേഷങ്ങളായിട്ട് ഈ പ്രചേതസ്സുകളെ, പ്രാചീനവർഷിയുടെ മക്കളെ കാണണം. ആ ശക്തിവിശേഷമാണ് പിന്നെ ലോകത്തെ പ്രജകളെയെല്ലാം സൃഷ്ടിച്ചിട്ട് അതിലൂടെ അവരെ നയിച്ചു കൊണ്ടുപോയി ലോക പുരോഗതി നേടി. എന്താണോ ആ ശക്തിവിശേഷം, അല്ലെങ്കിൽ ശ്രീഹരി എന്ന് പറയാം, അതെന്തൊരു തരം ലോകമാണോ ലോകാവസാനത്തിൻ്റെ കാലത്ത് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്, കലിയുഗത്തിൻ്റെ അവസാനത്തിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്, അത്തരം ഒരു ലോകം ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പം അതിന് നേതൃത്വം കൊടുക്കുന്ന ആ പ്രേരക ശക്തികളായിട്ട് പ്രാചീന വർഷസിൻ്റെ പുത്രന്മാരായ പ്രചേതസ്സുകളെ കാണും. ഇപ്പം പ്രചേതസ്സുകൾ പ്രാചീന വർഷസ് എന്ത് ചെയ്തു? മക്കൾ വലുതായപ്പോൾ മക്കളെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. അപ്പോൾ ഇനി മക്കളിലൂടെയാണ് അവരാണ് പല ദേശങ്ങളിലുള്ള ജനങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് പോകേണ്ട. ആ കാലത്തെ പ്രപഞ്ചമാകുന്ന പ്ലാനിൻ്റെ, പരമാത്മാവെന്ന പ്ലാനിൻ്റെ അനുസരിച്ച് ലോകത്തെ മുന്നോട്ടേക്ക് ജനങ്ങളെല്ലാം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നയിക്കുന്ന ശക്തിവിശേഷത്തെയാണ് 10 പ്രചേതസ്സുകളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഒന്നാമത്തേതിൽ എന്താ പറയുന്നത് നോക്കാം. വിതുരർ പറയുകയാണ്, ഈ ബ്രഹ്മൻ ഇതുവരെ പറഞ്ഞതിൻ്റെ അടുത്താണ് പ്രാചീന വർഷസിൻ്റെ പുത്രന്മാർ രുദ്രഗീതത്താൽ ഹരിശ്രീയെ പ്രസാദിപ്പിച്ച് എന്തു സിദ്ധി നേടി. അപ്പം ശ്രീഹരിയാണ് പ്രപഞ്ചം എങ്ങനെ വേണമെന്നെല്ലാം തീരുമാനിച്ചിട്ട് സൃഷ്ടിക്ക് നേതൃത്വം കൊടുക്കുന്നത്. അത് പ്രാചീന ബർഹിസിലൂടെ ആകുമ്പോൾ പ്രാചീന ബർഹിസുകൾ ശ്രീഹരിയെ സമീപിച്ചിട്ട് ശ്രീഹരിയെ പ്രസാദിപ്പിച്ചു. എങ്ങനെ? രുദ്രഗീതത്താൽ. രുദ്രൻ എന്ന് പറയുന്നത് ആറ്റങ്ങളാണ്. പ്രപഞ്ചത്തിലുള്ള ആറ്റങ്ങളും അതിൻ്റെ പിന്നിലുള്ള ആറ്റത്തിൻ്റെ പിന്നിലുള്ള പ്രേരക, ആറ്റങ്ങളെ ഉണ്ടാക്കുന്നതിന് പിന്നിൽ പ്രേരിപ്പിക്കുന്ന ആ ശക്തിവിശേഷത്തെ എല്ലാം നമുക്ക് രുദ്രന്മാർ എന്ന് പറയാം. അപ്പം ആറ്റങ്ങളിലൂടെയാണ് ഇനി സൃഷ്ടിക്രമമെല്ലാം നടക്കേണ്ടത്. അപ്പോൾ ആദ്യം ആരെ തൃപ്തിപ്പെടുത്തണം? രുദ്രന്മാരെ തൃപ്തിപ്പെടുത്തണം. ആ തൃപ്തിപ്പെടുത്തുന്ന ശ്ലോകങ്ങളാണ് ഇവിടെ രുദ്രഗീതമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്രചേതസ്സുകൾ രുദ്രഗീതങ്ങളുടെ ആറ്റങ്ങളുടെ സയൻസുകൾ, ആറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സയൻസുകൾ, പ്രപഞ്ചം നിർമ്മിച്ചിരുന്ന ആറ്റങ്ങളെ കൊണ്ടാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ സൃഷ്ടിക്രമം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. ആര് ചിന്തിക്കുന്ന? ആരുടേത്? ശ്രീഹരിയുടേത്. അപ്പം ശ്രീഹരിയെ പ്രസാദിപ്പിച്ചിട്ട് അതിലൂടെ അവർക്ക് കുറേ സിദ്ധികൾ കിട്ടുമല്ലോ. ആ കഴിവ് കൊണ്ടല്ലേ അവർ സൃഷ്ടി നടത്തുന്നത്. അപ്പോൾ ആ സിദ്ധി എന്താണെന്നെല്ലാം പറയുകയാണ്. ഇത് രണ്ടിലും പറയുകയാണ്, അവർ അതിനു മുമ്പ് ഈ ലോകത്തിൽ വെച്ചോ പരലോകത്തിൽ വെച്ചോ എന്തെങ്കിലും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കഴിവുകൾ അവർ നേടിയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയെല്ലാം പറഞ്ഞു തരിക എന്ന് പറയുകയാണ്. അപ്പോൾ 3 മൈത്രേയൻ പറയുകയാണ്, അച്ഛൻ്റെ അജ്ഞാനുവർത്തികളായ പ്രചേതസ്സുകൾ. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു? മക്കളോട് പറഞ്ഞു, ഞാൻ പോവുകയാണ്, നിങ്ങൾ ഇനി ലോകപരിപാലനെല്ലാം സൃഷ്ടി എല്ലാം നടത്തിയിട്ട് ഇവിടെ പ്രജകളെയെല്ലാം ഉണ്ടാക്കിയിട്ട് രാജാക്കന്മാരെയെല്ലാം വാഴിച്ചുകൊണ്ട്
അവരിലൂടെ ലോകം നയിച്ചിട്ടുകൊണ്ട് ലോക പുരോഗതിയിലേക്ക് നയിക്കണം. അങ്ങനെ പ്രാചീന പർസീസുകൾ എന്ത് ചെയ്തു? സമുദ്രത്തിനടിയിൽ വെച്ച് രുദ്രഗീതം കൊണ്ടുള്ള ജപയജ്ഞത്താലും തപസ്സിനാലും ശ്രീഹരിയെ പ്രാപിച്ചു. അപ്പം അവർ എന്താ ചെയ്യണമെന്ന് അറിയാണ്ടിക്കൽ ശ്രീഹരിയുടെ നിർദ്ദേശപ്രകാരമാണ്. ശ്രീഹരിയാണ് ഈ എല്ലാ പ്ലാനും ഉണ്ടാക്കിയിട്ട് ലോകത്തെ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത്. അപ്പം ശ്രീഹരിയോട് ആവശ്യപ്പെട്ടാൽ തന്നെയല്ലേ എങ്ങനെ മുന്നോട്ടേക്ക് പോകണമെന്ന് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പം സമുദ്രത്തിനടിയിൽ വെച്ച്, അപ്പം പ്രപഞ്ചത്തിൽ സമുദ്രങ്ങളുടെ അടിയിൽ വെച്ച് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം തന്നെ ഒരു വിശാലമായ സമുദ്രമാണ്. അപ്പം അവിടെ വെച്ച് രുദ്രഗീതം ആറ്റങ്ങളെ കൊണ്ട് ആണ് സൃഷ്ടി നടത്തേണ്ടത്. അപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ജപയജ്ഞത്തിലെയും അതിനെപ്പറ്റി ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് യജ്ഞത്തിലൂടെയും തപസ്സിലൂടെയും അതേ ലക്ഷ്യത്തിന് വേണ്ടി, അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ലോകത്തെ അച്ഛനേൽപ്പിച്ച പരിപാടി ഭംഗിയായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. അപ്പം ശ്രീഹരിയെ പ്രാപിച്ചു. അപ്പോഴാണ് ശ്രീഹരി പ്രത്യക്ഷപ്പെടുന്നത്. 4 10,000 സംവത്സരം കഴിഞ്ഞപ്പോൾ പരമപുരുഷൻ സ്വകാന്തിയാൽ അവരെ തപക്ലേശത്തെ ശമിപ്പിച്ച് അവരെ 10,000 വർഷം തപസ് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് സൃഷ്ടി നടക്കുന്നത് ഗ്രാജ്വലായിട്ടാണ്. പെട്ടെന്നൊന്നും പ്രപഞ്ചമുണ്ടായപ്പോൾ തന്നെ സൃഷ്ടി നടന്നില്ല. ഗ്രാജ്വലായിട്ട് പരിവർത്തനങ്ങളിലൂടെയെല്ലാം തന്നെയാണ് പുതിയ ജീവജാലങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ അവർ ക്ഷീണിച്ചു പോയി എന്ന് പറയണം. അത്രയും 10,000 വർഷം തപസ് ചെയ്തു എന്നുള്ള കഥയിൽ കഥാപാത്രമായിട്ട് പറയുമ്പോൾ ക്ഷീണിക്കണമല്ലോ. കഥാപാത്രമാകുമ്പോൾ ക്ഷീണിക്കണം. അപ്പം ക്ഷീണിച്ചത് കൊണ്ടാണ് ഈ ശ്രീഹരി എന്ത് ചെയ്തു? പ്രത്യക്ഷപ്പെട്ടിട്ട് അവരുടെ ഈ തപം ചെയ്ത ശോഷിച്ചിരിക്കുകയാണല്ലോ, അതിന് വേണ്ടി മെനക്കെട്ട് ചിന്തിച്ചിരിക്കുന്നതുകൊണ്ട് അതെല്ലാം നശിപ്പിച്ച് സാത്വിക സ്വഭാവം, അവർക്ക് ശാന്തതയുണ്ടാക്കി. സത്വഗുണം എന്ന് പറഞ്ഞാൽ ശാന്തമായി സ്റ്റഡിയായ മനസ്സോടുകൂടി നിൽക്കുക, ആ അവസ്ഥയിൽ അവരെത്തി. എന്നിട്ട് 15 ഈ ശ്രീഹരി വന്ന വിഷ്ണുവിൻ്റെ കാര്യങ്ങളെല്ലാം പറയാണ്. ഗരുഡൻ്റെ പുറത്ത് വരുന്ന ഭഗവാൻ സൃഷ്ടി നടത്താനായിട്ട് ഗരുഡൻ്റെ പുറത്താണ് ആര്? വിഷ്ണു വന്നിരിക്കുന്നത്. ഗരുഡൻ എന്ന് പറയുമ്പോൾ തന്നെ ഗരുഡൻ്റെ ചിറകിൻ്റെ രൂപം, ആകാശത്തിൽ ഗരുഡനെ നോക്കിയാൽ 2 ആറ്റങ്ങൾ ചേർന്നിട്ട് തന്മാത്രകളായ രൂപത്തിലാണ് അതുള്ളത്. 2 ആറ്റങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന രൂപമാണ് ഗരുഡൻ. അപ്പം തന്മാത്ര രൂപത്തിലാണ്, അതുകൊണ്ടാണ് ഗരുഡനായിട്ട് ചിത്രീകരിച്ചത്. ഗരുഡൻ്റെ രൂപമാണ് തന്മാത്രയ്ക്കുള്ളത്. അപ്പം ഗരുഡൻ്റെ പുറത്ത് ഭഗവാൻ വന്നപ്പോൾ മേരുപർവ്വതത്തിന് മുകളിൽ കാർമേഘം മൂടി നിൽക്കുന്ന മാതിരിയുള്ള ഒരു പ്രതീതിയാണ് ഉണ്ടായത് എന്ന് പറയുകയാണ്. പിന്നെ മഞ്ഞപ്പട്ടല്ലുടുത്ത് കഴുത്തിൽ കൗസ്തുഭരത്താലുണ്ട്. അതെല്ലാം പിന്നെ വർണ്ണനകളാണ് കഥയിൽ. അങ്ങനെ ദിക്കുകളിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ആകെന്ത് പറയുന്നു? തങ്ക നിറത്തിലുള്ള ദിവ്യാഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ട്, പ്രകാശമാനമായ കവിത്തടങ്ങളും മുഖങ്ങളും എല്ലാം ഉണ്ട്. 8 വിധ ആയുധങ്ങളാലും, 8 വിധ ആയുധം എന്ന് പറഞ്ഞാൽ ആറ്റങ്ങളിൽ 8 സ്ഥാനങ്ങളാണുള്ള അഷ്ടദിക്പാലകരാണ്. ഇപ്പോൾ 8 ദിക്കായുധങ്ങളാണ്. ആയുധങ്ങളെല്ലാം എന്തും ആയുധം കൊണ്ട് പ്രവർത്തിക്കുന്ന ആറ്റങ്ങളുമായിട്ട് മുറിക്കുകയോ എന്തോ ചെയ്യുമ്പോഴെല്ലാം അത് ആറ്റങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ആറ്റത്തിൻ്റെ സ്വഭാവം അഷ്ടദിക്പാലകരിലൂടെ ആയിട്ടാണ്. 8 ദിക്കുകൾ, ഒക്ടറ്റ് റൂൾ എന്ന് പറയും, അതെല്ലാം പണ്ട് പറഞ്ഞതാണ്. ആറ്റത്തിലെ 8 സ്ഥലത്താണ് ഇലക്ട്രോൺ നിൽക്കുന്നത്, ഏറ്റവും പുറത്ത്. ആ സ്ഥലത്തെ ഇലക്ട്രോൺ കുറയുമ്പോഴാണ് കൂടിച്ചേരുന്നത്, അല്ലെങ്കിൽ കൂടുമ്പോഴാണ് 8-ൽ കൂടുതൽ നിൽക്കാൻ പാടില്ല. അപ്പോൾ അത് മറ്റേതുമായിട്ട് കൂടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയും വെട്ടാക്കും. പിന്നെ പാർശ്വതന്മാർ, മുനിമാർ, ദേവപ്രമുഖർ എല്ലാവരുടെയും അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹം വന്നത്. 7-ൽ പറഞ്ഞ തടിച്ചിരുണ്ട ഭുജമാണ്. തിരുമാറിലെ വനമാനിയെല്ലുണ്ട്.
അതെല്ലാം ധരിച്ചു വരുന്ന പുരാതന പുരുഷൻ. ഈ വിഷ്ണു എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടിയുടെ സമയത്ത് തന്നെയുണ്ട്. ആദ്യം ഉണ്ടായിരിക്കുന്നത് ആ നിർഗുണമായ ബ്രഹ്മം മൂന്നായിട്ട് തിരിഞ്ഞിട്ടാണ് സൃഷ്ടി നടത്തുന്നത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം. അപ്പോൾ ആ ബലങ്ങളെ 3 ബലങ്ങളായി തിരിച്ചു. ആ ബലങ്ങളാണ്, ആ ശക്തിവിശേഷങ്ങളാണ് പിന്നെ സൃഷ്ടി, സ്ഥിതി, സംഹാരത്തിലൂടെ ഈ പ്രപഞ്ചത്തിലെല്ലാം ഉണ്ടാക്കുന്നത്. 3 ഉണ്ട്. നമ്മളെ സൃഷ്ടിക്കുന്നുണ്ട്, കുറേ കാലം സംരക്ഷിക്കുന്നുണ്ട്, ആവശ്യം കഴിയുമ്പോൾ കൊല്ലുന്നുണ്ട്. ഇതെല്ലാത്തിനുണ്ട്. ഒരു മേശ ഉണ്ടാക്കിയാലും സൃഷ്ടിക്കുന്നുണ്ട്, പിന്നെ തുടക്കി മിനിറ്റ് കുറേ കാലം ഉപയോഗിക്കും, പിന്നെ എടുത്ത് കളയും. അപ്പോൾ ഇതിനെ 3 ശക്തികളായിട്ട് ആദ്യത്തെ ഈ പ്രേരക ശക്തിയെ 3ആക്കി അതിലുള്ളതാണ് വിഷ്ണു. അപ്പം ആദ്യം മുതലേ ഉള്ളതാണ്. എന്നിട്ട് പുരുഷൻ പ്രാചീന പരസിൻ്റെ പുത്രന്മാരോട് കൃപ തോന്നിയിട്ട്, കാരണം അവരിലൊക്കെയാണല്ലോ ഈ സൃഷ്ടി നടത്തേണ്ടത്, കൃപാ കടാക്ഷത്തോടുകൂടി കൃപയോടുകൂടി ഒന്ന് കടാക്ഷിച്ചുകൊണ്ട് ഗംഭീരമായ ശബ്ദത്തിലും പറഞ്ഞു. എന്താണ് പറഞ്ഞത്? 8 രാജകുമാരന്മാരെ, നിങ്ങൾക്ക് നന്മ വരട്ടെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമെല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ആരെ കാര്യമാണ് ചെയ്തു കൊടുക്കുന്നത്? ഈ ശ്രീഹരി എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ചെയ്തു കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഉദ്ദേശിച്ച വഴി മനസ്സിൽ കിടന്ന് തോന്നിക്കുന്നത് ശ്രീഹരിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശമെല്ലാം സാധിക്കട്ടെ. വേണ്ട വരം ചോദിക്കുക. എന്തെങ്കിലും വരം വേണ്ടിയിട്ട് ചോദിച്ചോളൂ. നിങ്ങൾ തമ്മിലുള്ള മൈത്രിയിൽ ഞാൻ സന്തുഷ്ടരാണ്. ഈ ശക്തിവിശേഷങ്ങളെല്ലാം ഒരൊറ്റ മൈത്രിയിലാണ് ലോകത്തെ പരിപാലിക്കുന്നത്. എല്ലാ ദേശങ്ങളിലും ഓരോ ദേശത്തിലും അവിടെ രാജാക്കന്മാരെ സൃഷ്ടിച്ചുകൊണ്ട്, ജനങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട്, ചൈനക്കാരെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഷേപ്പിലല്ലേ, ഇന്ത്യക്കാരെ പോലെ ഒരു തരത്തിലാണ്, അമേരിക്കക്കാർ ഒരു തരത്തിലാണ്. അപ്പോൾ ഓരോ ദേശക്കാർക്കും അതിൻ്റെതായ വ്യത്യാസമുണ്ട്. കാരണം ഇതെല്ലാം ആ ദേശത്തിനനുസരിച്ചിട്ടുള്ള ശക്തിവിശേഷങ്ങളാണ് അവിടെ സൃഷ്ടിക്കുന്നത്. രാജാവിനെ സൃഷ്ടിക്കുന്നതും ഭരണം ഉണ്ടാക്കുന്നതും ജനങ്ങളെ സൃഷ്ടിക്കുന്നതും അവരിലൂടെ ആ ദേശത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതും. അപ്പം പക്ഷേ ഇവർ ഈ ശക്തിവിശേഷങ്ങൾ തമ്മിലൊന്നും ഒരു ശത്രുതയില്ല. പക്ഷേ രാജ്യങ്ങൾ തമ്മിൽ, മനുഷ്യർ തമ്മിൽ ശത്രുതയുണ്ട്. പക്ഷേ ഈ ഇതിനെയെല്ലാം നിയന്ത്രിച്ചു പോകുന്ന, പരിപാലിക്കുന്നതെല്ലാം ആ ശക്തി എന്താണോ പരമ്പൊരുൾ അല്ലെങ്കിൽ ശ്രീഹരി എന്താണോ ഉദ്ദേശിച്ചത് അതുപോലെ ലോകത്തിൽ എല്ലായിടത്തും കാര്യങ്ങൾ നടക്കുകയും. അതുകൊണ്ട് അവർ തമ്മിൽ ശത്രുതയൊന്നുമില്ല, നല്ല മൈത്രിയിലാണ്. എന്നിട്ട് ആ മൈത്രി നമ്മളും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു വചനം ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, യാതൊരാൾ സന്ധ്യാസമയം നിങ്ങളെ സ്മരിക്കുന്നുവോ, ഈ പ്രജേതസ്സുകളെ, ആരാണ് ഇവരെല്ലാം ഒരേ മൈത്രിയിലാണല്ലോ പോകുന്നത്, ഈ 10 പേരും. ആരാണ് സന്ധ്യാസമയം ഇവരെ പറ്റി ചിന്തിക്കുന്നത്? അവർക്ക് അവരെ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ നല്ല സ്നേഹവും ഉണ്ടാവും, അവർ തമ്മിൽ നല്ല മൈത്രി ഉണ്ടാവും എന്ന് പറഞ്ഞു വൃത്തിയാണ്. പറഞ്ഞതിൻ്റെ അർത്ഥം സഹോദരങ്ങളെല്ലാം നല്ല മൈത്രിയിൽ വർത്തിക്കണം എന്ന് തന്നെയാണ്. ഇതിൻ്റെ 10 യാതൊരാൾ രാവിലെയും വൈകുന്നേരവും രുദ്രഗീതം കൊണ്ട് എന്നെ സ്തുതിക്കുന്നുവോ, അതായത് വിഷ്ണുവിനെ, രാവിലെയും വൈകുന്നേരവും രുദ്രഗീതം കൊണ്ട്, ആറ്റങ്ങളെ കൊണ്ട്, ആറ്റങ്ങളുടെ സയൻസ് കൊണ്ട്, കെമിസ്ട്രി കൊണ്ട്, അതായത് അടിസ്ഥാനമായ ശാസ്ത്രതത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ സ്തുതിക്കുന്നവർക്ക് അവരുടെ അഭിഷ്ട കാര്യങ്ങളെല്ലാം സാധിക്കും. അവർക്ക് തെളിഞ്ഞ ബുദ്ധി ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് പുതിയ പുതിയ വസ്തുക്കൾ നിർമ്മിക്കുന്നതിലാണ്. ആ പുതിയ വസ്തുക്കൾ നിർമ്മിക്കണമെങ്കിൽ കെമിസ്ട്രി പഠിച്ചേ പറ്റൂ. കെമിസ്ട്രിയിലൂടെ ആറ്റങ്ങളുടെ സ്ട്രക്ചറും ഇലക്ട്രോണിക്കും എല്ലാം പറ്റി പഠിച്ചാൽ മാത്രമേ നമുക്ക് പുതിയ സൃഷ്ടികൾ നടത്താൻ പറ്റുകയുള്ളൂ. പുതിയ എന്ത് വസ്തു ഉണ്ടാക്കണമെങ്കിലും, മരുന്നുണ്ടാക്കണമെങ്കിലും രസതന്ത്രം പഠിച്ചിരിക്കണം, ആറ്റങ്ങളെ പറ്റി പഠിച്ചിരിക്കണം. ഈ ആറ്റങ്ങളെ പറ്റിയെല്ലാം ചരിത്രത്തെയാണ് രുദ്രഗീതത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആ രുദ്രഗീതം പഠിച്ചിട്ട് അതിനനുസരിച്ച്
വിഷ്ണുവിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം. പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനാ ലോക പുരോഗമിക്ക് ആരെ തീരുമാനം? ആരാഗ്രഹിക്കുന്ന തരത്തിൽ? വിഷ്ണു ആഗ്രഹിക്കുന്ന തരത്തിൽ. അപ്പം വിഷ്ണുവിനെ സ്മരിച്ചു, രുദ്രഗീതങ്ങളെ ചൊല്ലിക്കൊണ്ട് വിഷ്ണുവിനെ സ്മരിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും. നിങ്ങൾക്ക് എന്ത് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കിയിട്ട് ലോക പുരോഗതിയിലേക്ക് പോകാം. അതിൽ നിന്ന് കിട്ടുന്ന ഫലം നിങ്ങൾക്ക് അനുഭവിക്കുകയും ചെയ്യാം. അതോടുകൂടി നിങ്ങളെ ബുദ്ധിയും തെളിഞ്ഞു വരും. ഇനി 11 പറയുകയാണ്, നിങ്ങൾ പ്രസന്ന ഭാവത്തോടുകൂടി അച്ഛൻ പറഞ്ഞ മാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ട്? നിങ്ങളുടെ യശസ് എല്ലാ ലോകങ്ങൾ ഉള്ളിടത്തോളം കാലം ഈ ലോകങ്ങളെല്ലാം ലോകം നിലനിൽക്കുന്ന കാലത്തോളം നിലനിൽക്കും എന്ന് പറയുകയാണ്. കാരണം അവരാണ് ഈ സൃഷ്ടിക്ക് പിന്നിലുള്ള ഈ ഇത്രയും സുന്ദരമായ ലോകം സൃഷ്ടിക്കാനുള്ള ജനങ്ങളെയെല്ലാം സൃഷ്ടിച്ചിട്ട്, രാജാക്കന്മാരെയെല്ലാം സൃഷ്ടിച്ചിട്ട് അവരിലൂടെ ജനങ്ങളെ നയിച്ചുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ കെമിസ്ട്രിയുടെ സഹായത്താൽ പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തിയിട്ട് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുമ്പോൾ അവരുടെ യശസ് ലോകമുള്ള കാലത്തോളം നിലനിൽക്കും. ഇത് 12 പറയാണ്, ഗുണത്തിൽ ബ്രഹ്മാവിൽ നിന്നും ഒട്ടും താഴെയല്ലാത്ത പുത്രൻ നിങ്ങൾക്ക് ജനിക്കും. ബ്രഹ്മാവിൽ നിന്നും ഒട്ടും താഴെയല്ലാത്ത ഒരു പുത്രൻ നിങ്ങൾക്ക് ജനിക്കുന്നു പറയാം. ഈ പ്രജേതസ്സുകൾക്ക് ഒരു പുത്രൻ ജനിക്കും. എന്താ പുത്രന്റെ പ്രത്യേകത? ബ്രഹ്മാവിന് സമാനമാണ്, അതിന് താഴ്വകില്ല ആ പുത്രൻ. ബ്രഹ്മാവിൻ്റെ ജോലി എന്താണ്? സൃഷ്ടി നടത്തുക. അപ്പോൾ ഈ പുത്രനിലൂടെയാണ് സൃഷ്ടി നടത്തുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ബ്രഹ്മാവ് പുത്രന് സമാനമായി വരാം. ഞാനാണ് ഇവിടെ പലതും സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ബ്രഹ്മാവ് തന്നെയാണ് ഞാൻ ബ്രഹ്മാവിൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ബ്രഹ്മാവ് എന്നിലൂടെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ബ്രഹ്മാവിന് സമം തന്നെയാണ്. ഈ ലോകത്തിൽ പുതിയ പുതിയ സൃഷ്ടികളെല്ലാം നടത്തുന്നവർ ബ്രഹ്മാവ് അവരിലൂടെയാണ് സൃഷ്ടി നടത്തുന്നത്. അപ്പോൾ അവർ ബ്രഹ്മാവിന് സമാനം തന്നെയാണ്, ബ്രഹ്മാവിൽ നിന്ന് ഒട്ടും കുറവല്ല. കാരണം ബ്രഹ്മാവിന് ഒറ്റയ്ക്ക് നേരിട്ടൊന്നും ഇവിടെ കെട്ടിടം കെട്ടാൻ പറ്റില്ല, അത് നമ്മളിലൂടെ പറ്റുകയുള്ളൂ. അപ്പം നമ്മൾ ബ്രഹ്മാവിന് സമമായിട്ട് മാറും. അങ്ങനെ ഈ പ്രജേതസ്സുകൾ ബ്രഹ്മാവിന് സമാനമായിട്ട് മാറും. അങ്ങനെയാണ് ഈ ലോകത്തിൽ സന്തതി പരമ്പരകൾ ഉണ്ടാകാൻ പോകുന്നത്. ഇനി 13 പറയാണ്, കണ്ടുമുനിക്ക് പ്രമോചന എന്ന അപ്സരസില് ഒരു സുന്ദരിയായ ഒരു പുത്രി ജനിച്ചിട്ടുണ്ട് മുമ്പ്. ഒരു മുനിക്ക് പ്രമോച എന്ന ഒരു അപ്സരസില് ഒരു പുത്രി ജനിച്ചിട്ടുണ്ട്. അവൾ മാതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ടു. മാതാവ് ആ കൊച്ചിനെ ഉപേക്ഷിച്ചു. അവളെ വൃക്ഷദേവതകൾ ഏറ്റെടുത്തു. ദേവതകൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാം ദേവതകളാണ്, വൃക്ഷങ്ങളും ദേവതകളാണ്. അപ്പം വൃക്ഷദേവതകൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളെ ഏറ്റെടുത്തു. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മളെ നേരത്തെ ശരീരത്തിൻ്റെ കണ്ണും കാലും കയ്യും എല്ലാം ഓരോ കഥാപാത്രങ്ങളായിട്ട് ചിത്രീകരിച്ച പോലെ ചിത്രീകരിച്ചിട്ടാണ് ഇത് പോകുന്നത്. ഇപ്പം വൃക്ഷം ഏറ്റെടുത്തു ഒരു സുന്ദരിയായ ഒരു പുത്രിയെ. ഇപ്പം ചെടികളില് ഇലകളില് ഒരു സുന്ദരിയായ പുത്രിയെ അതിൻ്റെ ഒരു മാതാവ് ഉപേക്ഷിച്ചിട്ടുണ്ട്. ആ പുത്രിയെ ചെടി ഏറ്റെടുക്കുകയാണ്, ചെടിയാണ് സംരക്ഷിക്കുന്നത്. അതാരായിരിക്കും? നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ലോകത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും രാസപ്രവർത്തനമാണ്, കെമിസ്ട്രിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. കെമിസ്ട്രിയിൽ തന്നെ എന്താണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്? ഇലക്ട്രോണാണ്. ഏറ്റവും പുറത്തുള്ള ഇലക്ട്രോണാണ്. അതിനാണ് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുവാൻ പറ്റുക.
അപ്പൊ ഈ ഇലകളിൽ, ചെടിയുടെ ഇലകളിൽ അങ്ങനെ സ്വതന്ത്രമായിട്ട് ഇലക്ട്രോൺ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൂര്യപ്രകാശം ഇലകളിൽ വീഴുമ്പോൾ ആ എനർജിയെ അബ്സോർബ് ചെയ്തുകൊണ്ട് ഈ ഇലക്ട്രോൺ ശക്തി പ്രാപിക്കുകയും ഇലയിൽ നിന്ന് പുറത്തേക്ക് ചാടുകയും ചെയ്യും. ഇത് ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. അങ്ങനെയാണത് ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നത്. ആ ചെടികൾ ഭക്ഷണം പ്രിപ്പയർ ചെയ്തിട്ടാണ് ചെടികൾ വളരുന്നത്. അപ്പം സൃഷ്ടിയുടെ ആദ്യത്തെ തുടക്കം ഇലക്ട്രോണിൽ നിന്നാണ്. അത് സസ്യങ്ങളാണ് ആദ്യം ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ പിന്നിലും ഇലക്ട്രോണാണുള്ളത്. ആ ഇലക്ട്രോണെയാണ് സുന്ദരിയായ ഒരു പുത്രിയായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് മാതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആറ്റത്തിൻ്റെ അകത്തുനിന്ന് സൂര്യപ്രകാശം കിട്ടുമ്പോൾ അത് പുറത്തേക്ക് ചാടും. ആ ഊർജം, ശക്തി എടുത്തിട്ട് നമ്മളെ ക്ലാസ്സിൽ നല്ലവണ്ണം വീട്ടിൽ തിന്നാനും കുടിക്കാനും എല്ലാം ഉള്ള പിള്ളേർ, കുട്ടികളുണ്ടെന്ന് വെച്ചാൽ പഠിക്കാൻ ഒരു താല്പര്യമില്ല. അച്ഛനമ്മമാർ പറഞ്ഞു വിടും സ്കൂളിലേക്ക്. അവർ പിന്നിലെ ബെഞ്ചിലിരിക്കും. ഏറ്റവും പുറത്തെ ഓർബിറ്റിൽ, പിന്നിലെ ബെഞ്ചിൽ, അടുത്ത് ജനലും ഉണ്ടാവും. അവർ നല്ല തിന്നിട്ട് ശരീരമല്ലോ ഇതായി കിടക്കുകയാണ്. അവർക്കവിടെ ഇരുന്നാൽ ശരിയാവില്ല. ഇതെങ്ങനെയൊക്കെ തിന്നിട്ട് ദഹിപ്പിക്കണ്ടേ. അപ്പം ടീച്ചർ തിരിയുമ്പോൾ അവർ ജനലിലൂടെ ആ കിട്ടിയ ഭക്ഷണത്തിൻ്റെ പ്രേരണയാൽ, ഭക്ഷണത്തിൻ്റെ പ്രേരണയാൽ ജനതയാടി പുറത്തേക്ക് ഓടുന്നത് പോലെ ഈ ഏറ്റവും പുറത്തുള്ള ഓർബിറ്റിലെ ഇലക്ട്രോണാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. അതതിന് വേണ്ട ഊർജം കിട്ടുമ്പോൾ അത് ചാടും. അങ്ങനെ ഇലയിൽ നിന്നും ഇലക്ട്രോണുകൾ ചാടുന്നുണ്ട്. അങ്ങനെയാണ് അത് ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നത്. അതിനാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അതിവിടെ കഥരൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ഈ പെൺകുട്ടിയെ, അതായത് അതിൻ്റെ അകത്തുള്ള ഇലയിലുള്ള ആറ്റത്തിൽ നിന്നും വേർപെട്ട പെൺകുട്ടിയെ ആ വൃക്ഷം സ്വീകരിച്ചു. വൃക്ഷദേവതകൾ സ്വീകരിച്ചു. കാരണം ആ ഇലക്ട്രോൺ അത് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇലക്ട്രോൺ അല്ലാതെ തന്നെ ആകാശത്തേക്ക് പോകുന്നൊന്നുമില്ല. ആ ഇല തന്നെ എടുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ ഫോട്ടോസിന്തസിസിൽ അത് പങ്കെടുക്കുകയാണ്. അപ്പോൾ സൃഷ്ടിയുടെ തുടക്കം ചെടികളിൽ നിന്നാണ്. ചെടികളിൽ തന്നെ ആദ്യം ഇങ്ങനെ ഫ്രീ ഇലക്ട്രോൺ വന്നിട്ടാണ് ചെടികളുടെ കോശങ്ങളായിട്ട് മാറി. ജീവജാലങ്ങളെയാണ് സൃഷ്ടിക്കേണ്ടത്. അപ്പോൾ ചെറിയ തന്മാത്രകളിൽ നിന്നും ഇലക്ട്രോൺ പുറത്തേക്ക് വരും. ഊർജം കിട്ടുമ്പോൾ അങ്ങനെ കിട്ടുന്ന ആ ഇലക്ട്രോണുകൾ മറ്റു ചില വസ്തുക്കളിലൂടെ കൂടിച്ചേർന്നിട്ടാണ് ആദ്യം സസ്യരൂപത്തിലുള്ള ചെറിയ ഏകകോശ സസ്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇത് പതിനാല് പറയാണ്, വൃക്ഷ ഔഷധങ്ങളുടെ രാജാവായ സോമൻ. ഇതിൽ സോമൻ എന്ന് പറയുമ്പോൾ ചന്ദ്രനാണ്. ചന്ദ്രനെല്ലാം ഗ്രഹങ്ങളാണ് ഈ സൃഷ്ടിക്ക് പിന്നിൽ പ്രേരിപ്പിക്കുന്നത്. ഈ ചന്ദ്രൻ വിശന്നു തളർന്നു കരഞ്ഞുകൊണ്ടിരുന്ന കന്യകയുടെ വായിൽ, അപ്പം ഈ ഫ്രീ ആയിട്ട് വന്ന ഈ ഇലക്ട്രോണിന് വിശന്ന് തളർന്നിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഊർജം കൊടുത്തു. അമൃത് ചോദിക്കുന്ന ചുണ്ടുവിരൽ വെച്ച കൊടുത്തു എന്ന് പറഞ്ഞാൽ കഥയിൽ അങ്ങനെ പറഞ്ഞതാണ്. ചുണ്ടുവിരൽ സമാനമാണ് ഓർബിറ്റിൻ്റെ ഒരു ഷേപ്പെല്ലാം ചുണ്ടുവിരലിനുണ്ട്. അതിലൂടെ ഊർജം, അമൃത് സമാനമായ ഊർജം ലഭിച്ചപ്പോൾ ഈ ഇലക്ട്രോണുകൾ പുറത്തേക്ക് വരുന്നു. ആ ഇലക്ട്രോണുകളാണ് പിന്നെ സസ്യങ്ങളുടെ കോശമെല്ലാമായിട്ട് മാറുന്നത്. ഒരു രാസപ്രവർത്തനത്തിലുള്ള ഏകകോശ ജീവികൾ ആദ്യം ഉണ്ടാവുകയാണ്. അത് ആദ്യം ചെറിയ ഫംഗസ് മാതിരിയുള്ള ചെറിയ സസ്യങ്ങൾ ആയിട്ടാണ് രൂപാന്തരം പ്രാപിക്കുന്നത്. ആ ഇലക്ട്രോണാണ് അപ്പോൾ സ്ത്രീയായിട്ട്, സുന്ദരിയായ പെൺകുട്ടിയായിട്ട് ചിത്രീകരിച്ചത്.
ഇനി 15-ൽ പറയാം, അങ്ങനെ ഒരു കുട്ടി അവിടെ ഇലയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പിതാവിനാൽ. നിങ്ങളുടെ പിതാവ് എന്നെ ഭജിച്ചുകൊണ്ടിരുന്നു, എൻ്റെ മക്കളിലൂടെ ഇവിടെ സൃഷ്ടിയെല്ലാം ഒന്ന് നടത്തിത്തരണം. അങ്ങനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ സന്താനോൽപാദനത്തിനായി ആജ്ഞാപിക്കപ്പെട്ടവരായ നിങ്ങളിലൂടെ വേണം സന്താനങ്ങൾ, പുതിയ പുതിയ ജീവജാലങ്ങളെല്ലാം ഉണ്ടായിട്ട് പ്രപഞ്ചം മുഴുവൻ നിറയാൻ, ചെടികളും മൃഗങ്ങളും എല്ലാം ഉണ്ടായി നിറയാൻ. അതാണ് നിങ്ങളുടെ പിതാവ് നിങ്ങളിലൂടെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് സാധിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി അദ്ദേഹം എന്നെയും ഭജിച്ചിരുന്നു, ആര്? വിഷ്ണുവിനെയും. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ആ അച്ഛൻ്റെ ആജ്ഞപ്രകാരമാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് സൃഷ്ടിക്ക് വേണ്ടിയിട്ട്. അപ്പം അച്ഛൻ അപേക്ഷിച്ചിട്ടുണ്ട് ഇവന്മാരെ ഒന്ന് സഹായിച്ചു കൊടുക്കണം. അതിൻ്റെ പേരിൽ നിങ്ങൾ ആ കന്യകയെ വിവാഹം കഴിക്കുക. നിങ്ങൾ പോയിട്ട് ആ കന്യകയെ വിവാഹം കഴിച്ചിട്ട് കാലതാമസം വരുത്, പെട്ടെന്ന് പോയിട്ട് ആ കന്യകയെ വിവാഹം കഴിച്ചോളൂ. അപ്പോൾ ഈ ഇലക്ട്രോണാണ് പുതിയ ജീവനുള്ള കോശങ്ങൾ ഉണ്ടാകുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതിന് ഉദാഹരണം ഇലയിൽ നിന്ന് ഇലക്ട്രോൺ വരുന്നുണ്ട്. അത് ചെറിയ ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കുന്നതാണ്, ഫോട്ടോസിന്തസിസ്, വെളിച്ചം പോകുമ്പോൾ ഇലയിൽ നിന്ന് ഇലക്ട്രോൺ. അപ്പം അങ്ങനെ ഫ്രീ ആയിട്ട് ഉണ്ടാകുന്ന ചില ഇലക്ട്രോണുകളാണ് ജീവജാലങ്ങളായിട്ട് മാറുന്നത്. അത് ആ ശ്രീഹരിയുടെ പ്ലാൻ അനുസരിച്ചാണ് ഇതുണ്ടാവുക. അതിനെ പ്രേരിപ്പിക്കാൻ ഒരു ശക്തി വേണം. ആ പ്രേരിപ്പിക്കുന്ന ശക്തികളാണ് ഈ പ്രജേതസ്സുകളുടെ മക്കളായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി വരുമല്ലോ, ബ്രഹ്മാവിന് സമാനമായിട്ട് ഒരു കുട്ടി ഉണ്ടാവുമല്ലോ, അവൻ പ്രേരിപ്പിക്കുന്നു. അപ്പൊ ഇവരുടെ പുത്രനാണ് ഈ ഇലക്ട്രോണിനെ പ്രേരിപ്പിച്ചിട്ട് കുട്ടികളാക്കിയിട്ട് മാറ്റാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ ഏകകോശ, അത് സസ്യമോ ജീവിയോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ഉണ്ടാകുന്ന ഒരു വിഷയമാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ ഒരു സംശയം വരുമല്ലോ, 10 പേര് കൂടിയിട്ട് ഒരാളെ കല്യാണം കഴിക്കുമെന്ന്. കാരണം ഇതെല്ലാം കഥയിൽ അതേപോലെ എടുത്തു കളയും മനുഷ്യർ. കാരണം പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഭാഗവത ഈ കഥകളെല്ലാം മഹാഭാരതമെല്ലാം ഭയങ്കര ദൈവികമാണ്. അതുകൊണ്ട് സ്ത്രീകൾ പറയുകയാണ് എനിക്കും 5 എണ്ണം കെട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? അങ്ങനെയും ചിലവർ പറഞ്ഞേക്കാം. എന്താ കുഴപ്പം എന്താണെന്ന് ദേവന്മാർക്ക് ഈ ഭാഗവതത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ മഹാഭാരതത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അത് നമ്മളെ സംസ്കാരമാണ് എന്നെല്ലാം പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം 10 പേര് കൂടി ഒരു ഇലക്ട്രോണെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് 16 പറയണം അന്യോന്യം വ്യത്യസ്തമല്ലാത്തത്. അപ്പം നിങ്ങൾ 10 പേരും ഈ 10 ശക്തികളും ലോകത്തിൻ്റെ പല ഭാഗത്താണ് ഈ സൃഷ്ടി നടക്കാൻ പോകുന്നത്. ഓരോ ദേശത്തിലേക്കും വേണ്ട സൃഷ്ടിച്ചെടുക്കുകയാണ്. കാരണം അറേബ്യയിൽ പനയുണ്ടാക്കണം, കേരളത്തിൽ തെങ്ങുണ്ടാക്കണം, വേറെ സ്ഥലത്ത് വേറെ ആലുണ്ടാക്കണം, ഇങ്ങനെയെല്ലാം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഓരോ ദേശത്തിനും ഈ പ്രത്യേകതകൾ 10 പേര് 10 അടുത്തായി ഇരുന്നുകൊണ്ടാണ് ഈ സൃഷ്ടി ഓരോന്നിനെയും ജനിപ്പിച്ചെടുക്കാൻ പോകുന്നത്. ആദ്യത്തെ ഏകകോശ ജീവിയെ. അപ്പം നിങ്ങളെല്ലാം പക്ഷെ ഒരേ മനസ്ഥിതിയുള്ളവരാണ്, വലിയ ഐക്യത്തിലുള്ളവരാണ്. നിങ്ങളെല്ലാം ഒരേ ധർമ്മമാണ് ചെയ്യുന്നത്. നിങ്ങളെല്ലാം ചെയ്യുന്ന ധർമ്മം എന്താ? പല സ്ഥലത്തും ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നു. നിങ്ങളിൽ നിന്നും വ്യത്യസ്തമല്ല ഈ ഇലക്ട്രോണിൻ്റെ സ്വഭാവം. ഈ ഇലക്ട്രോൺ അതേ സ്വഭാവം തന്നെയാണുള്ളത്. പലതുമായിട്ട് കൂടിച്ചേർന്നിട്ട് പല വസ്തുക്കളായിട്ട് മാറണം, പല ജീവജാലങ്ങളായിട്ട് മാറണം, പല സസ്യങ്ങളായിട്ട് മാറണം. അവർക്കും അതേ താല്പര്യം തന്നെയാണ്. അതുകൊണ്ട് സുന്ദരിയായ ഇവളെ തുല്യ അനുരാഗത്തോടെ ഭാര്യയായി സ്വീകരിച്ചോളാം. അത് 10 പേർ, നിങ്ങൾ 10 പേരും കൂടിയിട്ട് അവളെ സ്വീകരിച്ചോ, വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്നായതുകൊണ്ട്, ഒരു ഭാര്യ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങളെല്ലാം ഒരേ ലക്ഷ്യത്തിന് വേണ്ടി നീങ്ങുന്നവരാണ്. ഇതിൻ്റെ 17 അങ്ങനെ 1000 ദിവ്യവർഷങ്ങൾ എൻ്റെ അനുഗ്രഹത്താൽ തേജസ് നശിക്കാതെ നിൽക്കുന്നു. എൻ്റെ അനുഗ്രഹത്താലാണ്. നിങ്ങൾ വെള്ളത്തിലെല്ലാം തപസ് ചെയ്തിട്ടെല്ലാം ഭയങ്കര തേജസ്സെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയല്ലേ. എൻ്റെ തേജസ് കൊണ്ടാണ് നിങ്ങൾ എന്തായിരിക്കുന്നത്, നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പുത്രനിലൂടെ ഭൂമിയിലെയും ദേവലോകത്തെയും ഭോഗങ്ങൾ അനുഭവിക്കുക. നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് സൃഷ്ടിയുടെ ഉണ്ടാകുന്ന എന്ത്
കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഭോഗസുഖം അനുഭവിച്ചോളൂ. ഇനി 18 പറയാണ്, അങ്ങനെ ഇതെല്ലാം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രജേതസ്സുകളുടെ ജോലി കഴിയല്ല. ഈ മകനെ സൃഷ്ടിച്ചിട്ട് ഈ ഇലയിലുള്ള ഇലക്ട്രോണിനെ, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ, വൃക്ഷം പോറ്റി വളർത്തുന്ന ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തതിൻ്റെ ശേഷം പിന്നെ നിങ്ങളെ ജോലി കഴിഞ്ഞു, പിന്നെ അമ്മമാരായിക്കോളും. അതുകൊണ്ട് അനന്തരം എന്നിലുള്ള ഭക്തി കൊണ്ട്, നീ എന്നിലുള്ള ഭക്തി കൊണ്ടാണ് ചെയ്യുന്നത്. അകത്തെ കാമാദി മാലിന്യങ്ങൾ അകന്ന് ലോകത്തിലെ നരകതുല്യമായ ഭോഗത്തിൽ നിന്നും അകന്ന് വിരക്തരായി എന്നെ പ്രാപിക്കും. പിന്നെ നീയും എന്നിലേക്ക് പ്രാപിക്കും, വിരക്തി വരും. ഇവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, അല്ലെങ്കിൽ ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. മക്കൾ വലുതാകുമ്പം മക്കളെ ഏൽപ്പിച്ചിട്ട് പോയിക്കൊള്ളുക. ഇത് വേദം പറയുന്ന ശാസ്ത്രമാണ്. എങ്ങനെയാണ് പഠിക്കേണ്ടത്? ആർക്ക് വേണ്ടിയാണ്? ബ്രഹ്മത്തിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ ഈ സൃഷ്ടി നടത്താൻ എന്നെ സൃഷ്ടിച്ച ആ ശക്തിക്ക്, ശ്രീഹരിക്ക് വേണ്ടിയാണ് ഞാൻ വിദ്യ പഠിക്കുന്നത്. ബ്രഹ്മചര്യം കഴിഞ്ഞിട്ട് ശ്രീഹരിക്ക് വേണ്ടിയാണ് അദ്ദേഹം ഉദ്ദേശിച്ച കർമ്മങ്ങൾ ചെയ്യുകയും പുതിയ തലമുറയെ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. എല്ലാം അദ്ദേഹത്തിന് വേണ്ടി. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി എന്ന ചിന്തയിലൂടെ പോകുമ്പോൾ മക്കൾ വലുതാകുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം? എല്ലാം കളയണം. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എന്താ, എൻ്റെ ജോലി കഴിഞ്ഞു, പോയി മോക്ഷം. അവസാനം നമ്മളെ ജോലി തീർന്നാൽ പിന്നെ എന്താണ്? ആ ബ്രഹ്മത്തിൽ പോയി ലയിക്കുക. അതാണ് ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാർക്കേ പറ്റുകയുള്ളൂ? നിസ്വാർത്ഥ കർമ്മം ചെയ്യുന്നവർക്ക്. ഈ സത്യം മനസ്സിലാക്കുന്നവർക്കാണ് ആ 4 തത്വങ്ങളുള്ളത്. എന്നെ ജനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലായിക്കൊള്ളണം, ഞാൻ ഒരു കർമ്മം ചെയ്യാനാണ് ജനിച്ചിരിക്കുന്നത്. ആ കർമ്മം ചെയ്യേണ്ട വിദ്യ ഞാൻ ആദ്യം നേടണം. അതാണ് ബ്രഹ്മചര്യം. ആ വിദ്യ നേടിയതിൻ്റെ ശേഷം ആ വിദ്യ ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്യേണ്ടതായ കർമ്മം ഞാൻ ചെയ്തു കൊടുക്കണം ശ്രീഹരിക്ക്. ആ കർമ്മം തീരുമ്പോൾ മക്കൾ വലുതാവുമ്പോൾ പിന്നെ മക്കളുടെ കാലഘട്ടമാണ്. ലോകം മാറി, പുരോഗമിച്ചു പോയി. അപ്പോൾ പിന്നെ മക്കളാണ് ഇനി മുന്നോട്ടേക്ക് നയിക്കുന്നത്. നമ്മൾ ഔട്ട് ഓഫ് ഫാഷനായി. അപ്പം നമ്മളെന്ത് ചെയ്യണം? മക്കൾക്ക് എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള കാലങ്ങളിൽ ആ കർമ്മം തീർന്നു അങ്ങനെ ജീവിച്ചു പോകുക. കുറേ കഴിയുമ്പോൾ മരിക്കും. അപ്പം മോക്ഷം ലഭിക്കും. ഇതാണ് ഈ ശക്തികളെല്ലാം നമ്മളെ നിയന്ത്രിക്കുന്ന ഈ പ്രാചീന ബർഹിസ്, ഈ പ്രജേതസ്സുകളെല്ലാം ആ വിഷ്ണുവിൻ്റെ ലക്ഷ്യമുദ്ദേശിച്ചാണ് ഇതത്രയും ചെയ്യുന്നത്. ആ ശക്തിവിശേഷങ്ങൾ ഇന്ദ്രനായാലും സൂര്യനായാലും ചന്ദ്രനായാലും അവരെല്ലാം കർമ്മം ചെയ്യുന്നത് അവരെ ഉദ്ദേശിച്ചിട്ടല്ല. അവരെ സൃഷ്ടിച്ച എന്താണോ ആ ജോലി അവർ ചെയ്തു കൊടുക്കുന്നു. എന്നെങ്കിലും അവരുടെ ജോലി തീരുമ്പം തിരിച്ചു പോകും. നമ്മളാണ് നമുക്ക് വേണ്ടി എന്ന ചിന്തയുണ്ടാകുന്നത്. അത് പാടില്ല. ഇപ്പോൾ ഇവരെല്ലാം പിന്നെ എന്ത് ചെയ്യും? അവസാനം ഇവിടെ തന്നെയാണ് എത്തുക, പോയി ബ്രഹ്മചര്യത്തിൽ പോയി ചേരും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്ന കഥാപാത്രങ്ങളും മക്കൾ വലുതാകുമ്പോൾ മക്കളെ ഏൽപ്പിച്ചിട്ട് പിന്നെ സന്യാസം, വാനപ്രസ്ഥം അതിൽ പോയി മുങ്ങുന്നു പറയുന്നത്. കൃഷ്ണനും പോലും ജീവിതം അവസാനിപ്പിച്ചു. യാദവര് തമ്മിൽ ഇത് വരുമ്പോൾ എൻ്റെ കാലം കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ട കാര്യമാണ്. ഞാനത് ചെയ്യാനാണ്. അതിന് പിന്നെ വരുന്ന കലി തോന്നിക്കോളും. എൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞു. കൃഷ്ണൻ പോയി. പാണ്ഡവരും അവരെ കഴിയെല്ലാം കഴിഞ്ഞ് അവരൊന്ന് പോയി, വിട്ടെറിഞ്ഞു പോയി. ബാക്കിയുള്ളവരെ ഏൽപ്പിച്ചു. നമ്മളെ മാത്രമാണ് നമ്മളെത്ര പാടുപെട്ട് പഠിച്ചതാണ്. നമ്മളെ
മക്കളെല്ലാം നമ്മൾ എത്ര സുഖത്തിലാണ് നടത്തിയിരിക്കുന്നത് കണ്ട അവർക്ക് കാറ് ഇത് എല്ലാം. എന്നിട്ട് നമ്മളെ വയസ്സാം കാലത്ത് മക്കൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. പ്രഭാഷണമാണ്, ആത്മീയ പ്രഭാഷണം. ഇതെല്ലാം കേൾക്കുമ്പോൾ വയസ്സായ നമുക്ക് സന്തോഷം. ആ പിള്ളേരൊന്നും നന്നായി കിട്ടിയിരുന്നെങ്കിൽ നമ്മളെ നോക്കുമായിരുന്നു. ഇതൊന്നുമല്ല വേദം പറയുന്നത്. വേദത്തിൽ എല്ലാവരെയും പറയുന്ന മക്കളെ ഏൽപ്പിച്ചു കൊടുക്കുക, പോയിക്കൊള്ളുക, നിങ്ങളെ ജോലി കഴിഞ്ഞു. എല്ലാം അതിന് എന്ത് ചിന്തയുണ്ടാകണം? നമ്മൾ വന്ന അതിനു വേണ്ടിയാണ്. അപ്പോൾ നമ്മളെ ജോലി തീർന്നു കഴിഞ്ഞാൽ നമ്മളെ ബാക്കി കാര്യം അത് തന്നെ നോക്കിക്കോളും. ഇതുവരെ കൊണ്ടുപോയി അതിനറിയാം എവിടെ വെച്ചിട്ട് നമ്മളെ ഇല്ലാതാക്കണമെന്ന്. ആ തരത്തിൽ അങ്ങ് പോവുക. അപ്പോൾ എന്ത് പറയുന്നു? നീയും അവസാനം എന്നിൽ വന്നു ചേരും. കാരണം ഇവരെല്ലാം ആ ശ്രീഹരിക്ക് വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കർമ്മം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റുമൊന്നുമില്ല, നമുക്ക് പറ്റൂല. ഇനി 19. എന്നിട്ട് നമുക്കുള്ള ഉപദേശം തരികയാണ്, ഗൃഹസ്ഥാശ്രമിയാണെങ്കിൽ കൂടി നമ്മളെല്ലാം വിദ്യ പഠിച്ച് ബ്രഹ്മചര്യം ഗൃഹസ്ഥാശ്രമം പണ്ടെല്ലാം കെട്ടിയിട്ട് ജീവിച്ച് ജോലിക്ക് പോയി ശമ്പളമെല്ലാം വാങ്ങി കഴിക്കുന്നു, കുടുംബം പോറ്റുന്നു. ഗൃഹസ്ഥാശ്രമിയാണെങ്കിൽ കൂടി എന്നിൽ അർപ്പിതമായ കർമ്മത്തോടു കൂടിയവർ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അതിൽ അർപ്പിച്ചുകൊണ്ട് എന്നെ സൃഷ്ടിച്ചത് പഠിച്ചിട്ട് ചെയ്യേണ്ട ജോലി ചെയ്യാനാണ്. പഠിച്ചു കഴിഞ്ഞു, ഇനി അത് വെച്ചിട്ട് നാം എൻ്റെ ജോലി ചെയ്യുന്നു. എൻ്റെ ധർമ്മം തന്നെയാണ് ഭാര്യ മക്കളുണ്ടാണ്, അടുത്ത തലമുറയിലേക്ക് വേണ്ട കുട്ടികളെ ഉണ്ടാക്കി വിടണം. ആർക്ക് വേണ്ടിയിട്ട്? അതിനു വേണ്ടിയിട്ട്. അപ്പൊ ആ ചിന്തയോട് എന്നിൽ അർപ്പിച്ച കർമ്മത്തോട് കൂടിയവരായി എനിക്കായി കാലം കഴിക്കുന്നവർ, എന്നിട്ട് അതിനായിക്കൊണ്ട് കാലത്തെ നീക്കുന്നവർ നമ്മളെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ്. ആ ചിന്ത ഉണ്ടാകുന്നിടത്തോളം കാലം നിങ്ങളെ ദുരിതപൂർവമായിരിക്കും ജീവിതം. രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല, കഷ്ടപ്പാടായിരിക്കും. നേരെ അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടന്നാലെന്ത്, നടന്നില്ലെങ്കിലെന്ത്, നമുക്കൊന്നുമില്ല. നമ്മൾ കുട്ടികളെ ജനിപ്പിക്കുന്നു, പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു, അവൻ പഠിക്കുന്നുമില്ല, ഒന്നുമില്ല. അവൻ വേറെ എന്തെല്ലോ ഫീൽഡിലേക്ക് പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലേക്ക്, പഠിക്കുന്ന സമയത്ത് അതെല്ലാം വിട്ട് രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണെന്ന് വെച്ചാൽ അതാ ശക്തിയാണ് നയിച്ചു കൊണ്ടുപോകുന്നത്. എൻ്റെ ഉത്തരവാദിത്വമൊന്നുമല്ല. രാഷ്ട്രീയത്തിലാണെങ്കിൽ രാഷ്ട്രീയത്തിൽ പൊട്ടു. കാരണം അത് ആ ശക്തിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കെന്താ പ്രശ്നം? മക്കളെ ഏത് വഴിക്ക് പോയാലും നമുക്കൊരു പ്രശ്നമില്ല, നമുക്കൊരു താല്പര്യമേ ഉള്ളൂ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കുക. പിന്നെ പിള്ളേർ എങ്ങനെ പോകുന്നുണ്ടെന്ന് വെച്ചാൽ അത് കാലമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ശക്തിയാണെങ്കിലും പിന്നെ നമ്മൾ എന്തിനാ ബോധർ ചെയ്യുന്നു? തല്ലിപ്പിടിച്ച് പിള്ളേരെ എല്ലാം പഠിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവനെത്തേണ്ട അടുത്ത് ആ കാലം നോക്കിക്കോളും. നമ്മൾ മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് ചെയ്തു കൊടുക്കുക. ഇതെല്ലാം പറയുമ്പോൾ ആദ്യം ദഹിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ആത്മീയത എന്നെല്ലാം പറയുന്നത് കുറച്ച് അത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ല. അതുകൊണ്ടാണ് വേദവ്യാസൻ മകനെയും കൊണ്ടിട്ട് എൻ്റെ മകനെ ബ്രഹ്മരഹസ്യം പഠിപ്പിക്കണമെന്ന് പറഞ്ഞ ശിവൻ പറഞ്ഞു, വേദവ്യാസ ഇത് സുഖമുള്ള പരിപാടിയൊന്നുമില്ല, വെറുതെ അതിനൊന്ന് മകനെ കൊണ്ട് ആന്ന് വേണ്ട, ഞാനെല്ലാം സഹിച്ചോളാം. അങ്ങനെയാണ്. പോട്ടെ. എനിക്കായി കാലം കഴിക്കുന്നവരും ഗൃഹസ്ഥാശ്രമ വൃത്തിയിലുള്ള ബന്ധനത്തിൽ പെടില്ല. അങ്ങനെ ജീവിക്കുന്നവർക്ക് ഗൃഹസ്ഥാശ്രമത്തിലുണ്ടാവുന്ന ബന്ധനം, ഭാര്യ, മക്കള്, വീട്, ഇങ്ങനെ പണം, ഈ ബന്ധനത്തിലകപ്പെടില്ല. കാരണം അവർ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ജനിച്ചത് കുട്ടികളുണ്ടാക്കാൻ കുട്ടികളുണ്ടാക്കി, പോറ്റേണ്ട ആ ഉത്തരവാദിത്തം കൊണ്ട് പോറ്റി, ജോലി ചെയ്യുന്നുണ്ട്, ജോലി കൊണ്ട് ലോകം പുരോഗമിക്കുന്നുണ്ട്. ഞാൻ ചെയ്യേണ്ട കഴിഞ്ഞു, മക്കൾ വലുതായി, ഞാൻ എൻ്റെ പരിപാടി നിർത്തി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബന്ധനങ്ങളൊന്നുമില്ല. ഇങ്ങനെ മക്കള്, ഭാര്യ എന്നുള്ള ഒരു ചിന്തയും മനസ്സിലുണ്ടാവില്ല. ആ തരത്തിൽ പോകാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് ആത്മീയമൊന്നും ആർക്കും പറഞ്ഞതല്ല. ഇനി 20. കാരണം എന്തുകൊണ്ടാണ് ബന്ധനത്തിലാപ്പെടുകയില്ല എന്ന് പറയുന്നു? കാരണം ഞാൻ ദിവസം തോറും പുതുമ തോന്നിക്കുമാറ് അവരുടെ ഹൃദയത്തിൽ കയറും. ആ ശക്തിയെ ചിന്തിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും ഓർക്കുമ്പോൾ ആ വിഷ്ണു നമ്മളുടെ ഹൃദയത്തിൽ കയറി വരും. പുതുമയാർന്ന ഓരോ ദിവസം പുതിയ പുതിയ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ
ആ നിലയിൽ ആ ശക്തിയാണ്. ഇതാ നാളെ ഒരു പുതിയ റോക്കറ്റ് ഉണ്ടാക്കാൻ പോകുന്നു ഞാൻ, അതാ ശക്തിയുടെ ആണ് എന്നെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുക. അപ്പോൾ എനിക്ക് എന്ത് തോന്നും, ഓ അതിൻ്റെ ഒരു കഴിവ് എന്നെ കൊണ്ട് റോക്കറ്റ് ഉണ്ടാക്കിപ്പിക്കുകയല്ലേ. അപ്പോൾ അതിനെ നമ്മൾ ഓർക്കും, ആ മഹത്വം എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയാണല്ലോ. അങ്ങനെ അതിന് എന്നുള്ള ചിന്ത വരുമ്പോൾ ദിവസവും ആ മഹാവിഷ്ണു നമ്മുടെ ശരീരത്തിൽ, ഹൃദയത്തിൽ കയറും. എൻ്റെ ഈ സച്ചിദാനന്ദ സ്വരൂപം ബ്രഹ്മം തന്നെയാണ്. അങ്ങനെയുള്ള എന്നെ, ഈ ശ്രീഹരിയെ, ഈ മഹാവിഷ്ണു എന്നത് യഥാർത്ഥത്തിൽ ആ ബ്രഹ്മം തന്നെയാണ്. നിർഗുണമായ ഒരു ഗുണമില്ലാത്ത സംഗതി തന്നെയാണ്. ഈ വിഷ്ണുവായിട്ട് അതിനെ കാണേണ്ട ആവശ്യമില്ല. നിർഗുണമായ ഒരു ബലമാണ് ആ പിന്നിൽ. ഏതോ ഒരു ശക്തി, സയൻസിന് പോലും അതിനെ തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ ഒരു ശക്തിയാണ് ഇതത്രയും നമ്മളെ കൊണ്ട് ജയിപ്പിക്കുന്നത്. അതാണ് ബ്രഹ്മമായി തിരിച്ചറിയണം. അതിലെത്തിയാൽ പിന്നെ മോഹമില്ല, ദുഃഖമില്ല, സന്തോഷമില്ല. ആ ജ്ഞാനം നേടുമ്പോൾ നിങ്ങൾ മക്കളെല്ലാം ഉണ്ടായതിൻ്റെ ശേഷം, അവരെ ഏൽപ്പിച്ചതിൻ്റെ ശേഷം ഈ പ്രചേതസ്സുകളോട് കൂടിയാണ്. പിന്നെ ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവില്ല, സന്തോഷമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ബ്രഹ്മത്തിൽ ലയിക്കും. 21 മൈത്രേയം പറയുകയാണ്, അങ്ങനെ ശ്രീഹരിയുടെ ദർശനത്താൽ രജോ തമോ ഗുണങ്ങളുടെ അഴുക്ക് നിശേഷം നശിച്ചു പോയ പ്രാചീന ബർഹിസ് പ്രചേതസ്സുകൾ, അപ്പം ഉള്ളിലുള്ള മാലിന്യങ്ങളെല്ലാം കളഞ്ഞു. ഇതിൻ്റെ പ്രചേതസ്സുകൾക്ക് എന്താണ് വേണ്ടത്? ഒരു മകനുണ്ടാക്കണം, അവനെ കൊണ്ട് ആ പെണ്ണിനെ കല്യാണം കഴിപ്പിക്കണം, എന്നിട്ട് പുതിയ തലമുറക്കേക്കായിട്ട് വിട്ടുകൊടുക്കണം. ഇപ്രകാരം ഉണർത്തിച്ച ശ്രീഹരിയെ കൂപ്പുകൈകളുടെ വാട്ടിക്കൊണ്ട് ചൊല്ലുന്നു. എന്താണ് ചൊല്ലുന്നത്? അദ്ദേഹത്തെ വാട്ടി പറയുകയാണ്. 22 ത്രിഗുണങ്ങളെ ഉന്മൂലനം ചെയ്തവനും, നമ്മളിലുള്ള രജോ തമോ ഗുണങ്ങളെ ഉന്മൂലനം ചെയ്തവനും, വേദത്തിൽ പറഞ്ഞ ഉദാര ഗുണങ്ങളോട് കൂടിയ നിന്തിരുവടിക്ക് നമസ്കാരം. വേദത്തിലൂടെ, ഇങ്ങനെ വേദഗ്രന്ഥങ്ങളിലൂടെ വിവരിച്ചു തരുന്ന അത്തരത്തിലുള്ള ശ്രീഹരിക്ക്, ഉദാര ഗുണങ്ങളുള്ള ശ്രീഹരിക്ക് നമസ്കാരം. അപ്പം വേദത്തിലൂടെ ഈ സത്യം മനസ്സിലാക്കണം. ഇങ്ങനെയൊരു ശക്തിവിശേഷമുണ്ട്. മനസ്സിനേക്കാളും വാക്കിനേക്കാളും വേഗം കൂടിയവനും, അത് നമ്മുടെ മനസ്സിനും വാക്കിനേക്കാളും വേഗത്തിലാണ് ആ ശ്രീഹരി ലോകത്തിൽ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നത്. ഇന്ദ്രിയങ്ങൾക്ക് അതീതനാണത്. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം. അപ്പോൾ ശ്രീഹരിനെ എങ്ങനെ കാണണം? നമ്മളെ വിഷ്ണു നേരത്തെ മഞ്ഞ വസ്ത്രം കൊടുത്ത് വന്നു എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പം പറയാണ്, ഈ നിലയിലല്ല കാണേണ്ടത്. ഒരു രൂപവും ഇല്ലാതെ, ഒരു ഗുണവുമില്ലാതെ, ആ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ, മഞ്ഞപ്പട്ട് എന്നെല്ലാം പറഞ്ഞത് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു വെച്ചാണ്. മഞ്ഞപ്പട്ടയിലൂട്ടിയാണ് കാണുക, കണ്ണിലൂട്ടിയാണ് കാണുക. ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണെങ്കിൽ കാണാൻ പറ്റുമോ? മഞ്ഞപ്പട്ടിടുവോ, മാല ഇടുവോ? നേരത്തെ മാല മറ്റേത് എന്നെല്ലാം പറഞ്ഞത് അത് ആദ്യമാണ്. ഇപ്പം പറയുന്നത് എന്താണ്? പ്രചേതസ്സുകൾ പറയാണ്, ഒരു രൂപവും ഗുണവുമില്ലാതെ അങ്ങേക്ക് നമസ്കാരം. 23 പറയുന്ന സ്വസ്വരൂപത്തിൽ, ശരിയായതിൻ്റെ ബ്രഹ്മരൂപ സ്വരൂപത്തിൽ ഒരു ഗുണരഹിതനാണ്, ഒരു ഗുണങ്ങളും ഇല്ല, നിർവികാരനാണ്. അതിനൊരു വികാരവും ഇല്ല. അതിനിങ്ങനെ ഒരു പ്രപഞ്ചം ഉണ്ടാക്കേണ്ട ചിന്ത പോലെ യഥാർത്ഥത്തിൽ അതിനില്ല. പക്ഷേ അതെന്തോ എന്ന് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നുണ്ട്. ആയി സ്ഥിതി ചെയ്യുന്നവന് നമസ്കാരം. മനസ്സെന്ന ഉപാധിയിരിക്കെ മിഥ്യയായി പ്രതിഭാസിക്കുന്ന ആ ശക്തിക്ക് നമസ്കാരം. മനസ്സെന്ന ഉപാധി ഇരിക്കെ, മനസ്സ് എന്നതാണ് നമ്മൾ ഇത്തരം ചിന്തകളെല്ലാം ഉണ്ടാക്കുന്നത്, ഉപാധികൾ ഉണ്ടാക്കുന്നത്. ഗുണങ്ങൾ പല വസ്തുക്കളായിട്ട് തോന്നുന്നതെല്ലാം മനസ്സിൻ്റെ വിക്രിയകളാണ്. അതിലൂടെ തന്നെ മിഥ്യയായിട്ടുള്ള ഇതിനെ മനസ്സിലാക്കുക. അപ്പോഴാണ്
നിത്യമായി പ്രതിഭാസിക്കുന്ന അതിനെ നമ്മൾ മനസ്സിലൂടെ അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായി ദ്വയഭാവത്തിൽ ദ്വയം ഇരട്ടയായി തീർന്നുകൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരത്തിനായി ആദ്യം ദ്വയമായി തീർന്നു, പുരുഷനും സ്ത്രീയുമായിട്ട് മാറി. അങ്ങനെ ദ്വയമായി തീർന്നിട്ടാണ് മായാഗുണങ്ങളാൽ, പിന്നെ ഒരു മായയിൽ കൂടെ ഗുണങ്ങളായി. മായ എപ്പോഴാണ് ഉണ്ടാകുന്നത്? നമ്മളിൽ ഞാനെന്നൊരു ചിന്തയുണ്ടായി, നമ്മളെ മനസ്സിൽ കണ്ണുകളിലൂടെയും ചെട്ടിലൂടെയും എല്ലാം കാണുന്നതിനെ പുറത്തുള്ളതിനെ ഒരു രൂപമായെല്ലാം കണ്ടുവച്ചിട്ടാണ് ബന്ധങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതാണ് മായ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മായ ഗുണങ്ങൾ സ്വീകരിക്കുന്നവരുമായ വിഷ്ണു രുദ്ര ബ്രഹ്മരൂപം ധരിച്ചവനുമായ, അങ്ങനെ മായയെ സൃഷ്ടിച്ചവനും വിഷ്ണു രുദ്രൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായിട്ട് രൂപം ധരിച്ചവരുമായ നിർഗുണമായ ബ്രഹ്മമാണ്. അതാണ് ആദ്യം എന്തായിട്ട് സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും പ്രേരക ശക്തികളായിട്ട് മാറിയത്. ഒരു 3 ബലങ്ങളായി മാറി. ആ ബലങ്ങളെയാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായിട്ട് ആ രൂപം ധരിച്ചവരായിട്ട് കാണുന്നത്. അതെല്ലാം എന്ത് തന്നെയാണ്? ആ ബ്രഹ്മം തന്നെയാണ്. അങ്ങനെയുള്ള ബ്രഹ്മത്തിന് നമസ്കാരം. 24 വിശുദ്ധമായ സാത്വസ്വരൂപനായ സത്വഗുണം, സത്വഗുണത്തിൻ്റെ സ്വരൂപമാണ് അത്. സത്വഗുണം എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് സ്ഥായിയാണ്, അതിന് മാറ്റമില്ല. അതങ്ങനെ തന്നെ നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഒരു രൂപവും ഭാവവും ഇല്ലാതെ നിർഗുണമായി നിൽക്കുക. സംസാര സംഹരണം ക്ഷമയമായ ചിന്താമൂർത്തിയായി ഈ സംസാര ദുഃഖങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്യുന്ന ആ ചിദാനന്ദമൂർത്തിയായി ചിന്തയിലൂടെ ആക്ട് ചെയ്യുന്ന, ചിന്തയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ആ ചിദാനന്ദ സ്വരൂപമായ സ്വരൂപമായവനും വസുദേവപുത്രനുമായവനും എല്ലാ യാദവന്മാരുടെയും സ്വാമിയുമായ ശ്രീകൃഷ്ണനായി ഇരിക്കുന്ന ആ ശ്രീഹരിക്ക് നമസ്കാരം. അപ്പോൾ പ്രപഞ്ചത്തിൽ എന്തെല്ലാം രൂപത്തിൽ വന്നിട്ടുണ്ടോ, അവസാനം ശ്രീകൃഷ്ണൻ എന്ന നിലയിൽ അവതാരത്തിൽ പറഞ്ഞല്ലോ, കൽക്കിയുണ്ടായിട്ട് ഇതെല്ലാം തന്നെ ഇങ്ങനെ പല രൂപത്തിലായിട്ട് വരുന്ന ആ ശക്തി വിശേഷത്തിന് നമസ്കാരം. ഇനി 25 വിശ്വകാരണ പത്മം നാഭിയിലുള്ള കഥയിൽ നാഭിയിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടാകുന്നതിന് കാരണം. അതിൽ നിന്നാണ്, നാഭിയിൽ നിന്നൊരു താമര വന്നിട്ടാണ് പ്രപഞ്ചമായിട്ട് വികസിച്ചത്. അപ്പം വിശ്വത്തിൻ്റെ കാരണമായ പത്മം നാഭിയിലുള്ള ഇതെല്ലാം ആ ഭാവനയിൽ ഒരു ആ ശക്തിവിശേഷം ഭൂമിയിൽ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു. അത് ഒരു സമുദ്രത്തിൽ അങ്ങനെ കിടക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട്, അനന്തശയനത്തിൽ കിടക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട്, അതിൽ നിന്നും ഒരു താമര മുളച്ചു, വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് എവിടുന്നോ ഒരു താമര മുളച്ചു വരുന്നത് പോലെ ഏതോ ഒരു സ്ഥലത്തുനിന്ന് ഒരു ജീവൻ മുളച്ച് ഒരു എനർജി വന്നിട്ട്, എനർജി ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാമായിട്ട് വലിയൊരു സുന്ദരമായ ലോകമായിട്ട് മാറുകയാണ്. അതാണ് താമര വിശ്വകാരണ പത്മം നാഭിയിലുള്ള. പിന്നെ പത്മം പോലെ സുന്ദരമായ പാദങ്ങളുള്ള, പത്മം പോലെ സുന്ദരമായ കണ്ണുകളുള്ള ഭഗവാന് നമസ്കാരം. ഇതെല്ലാം ആ രൂപത്തിലങ്ങ് കവിഭാവനയിൽ വർണ്ണിക്കുന്നതായിട്ട് കണ്ടാൽ മതി. പിന്നെ 26 മഞ്ഞ വസ്ത്രം ധരിച്ച് സമസ്ത ചരാചരങ്ങളുടെയും, ഈ ലോകത്തിലുള്ള എല്ലാ ചരാചരങ്ങളുടെയും ആശ്രയരൂപമായ, എല്ലാ ജീവജാലങ്ങളും ആശ്രയിക്കുന്നത് ഒരു ശക്തിവിശേഷമുണ്ട്. ആ ശക്തിവിശേഷമാണ് എല്ലാറ്റിൻ്റെയും ആശ്രയ കേന്ദ്രം.
സർവത്തിൻ്റെയും സാക്ഷി. ഈ ലോകത്തിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഒരു സാക്ഷിയായിട്ടാണ് അത് നിൽക്കുന്നത്. അതിന് വേറെ താല്പര്യമൊന്നുമില്ല, ആരുടെ കാര്യത്തിലും ഇടപെടുകയൊന്നുമില്ല. ആ ശക്തിവശം അവിടെ നിൽക്കും. ഇവിടെ നടക്കേണ്ട കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്ത വഴി അങ്ങ് നടക്കും. അതങ്ങനെ സാക്ഷിയായിട്ട് നോക്കി നിൽക്കും. അതിനും നമസ്കാരം. 27. ക്ലേശിച്ചു കഴിയുന്ന ജഗ്ഗളുടെ എല്ലാ താപങ്ങളെയും ഇല്ലായ്മ ചെയ്ത്, നമ്മളും വളരെ ക്ലേശിച്ചിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ ഈ പ്രജേതസ്സുകൾ വെള്ളത്തിൻ്റെ അടിയിൽ എങ്ങനെയാണ് സൃഷ്ടി നടത്തേണ്ടതെന്നുള്ള ആലോചിച്ചിട്ട് വിഷ്ണുവിനെയും വിചാരിച്ചുകൊണ്ട് അങ്ങനെ ക്ലേശം തവിച്ചിട്ട് 10,000 വർഷത്തോളം മറ്റോ അല്ലേ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ആ താപമെല്ലാം നശിപ്പിച്ചിട്ട് സ്വയം പ്രത്യക്ഷനായി അതിൽ കൂടുതൽ നമുക്കിനി എന്താണ് ആവശ്യം? വരം ചോദിച്ചിട്ടുണ്ടല്ലോ, വേണ്ടിക്ക് വരം ചോദിച്ചു വന്നു. ഉദാഹരണം പറഞ്ഞ് ഇങ്ങനെ പ്രത്യക്ഷമായത് തന്നെ വലിയ കാര്യമാണ്. അതിൽ കൂടുതൽ ഒരു വരവൊന്നും നമുക്കിനി ആവശ്യമില്ല. 28. വേണ്ട സമയത്ത് ഇവൻ എൻ്റെ ആളാണെന്ന തോന്നൽ മാത്രമാണ് ദീനനായ ജനങ്ങളിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട, എല്ലാവരുടെയും ഉണ്ടാകേണ്ട ഒരു ചിന്താഗതി എന്തായിരിക്കണം? വേണ്ട നേരത്ത് ഇവൻ എൻ്റെ ആളാണ് എന്ന് തോന്നും. ഏത് കാര്യം വരുമ്പോൾ അത് എത്ര ദുർഘടം പിടിച്ച കാര്യമാണെങ്കിലും, എന്ത് ദുഃഖമുണ്ടാക്കുന്ന സംഭവങ്ങളാണെങ്കിലും നമ്മൾ എന്ത് ചിന്തിച്ചാൽ മതി? എന്തിനേലും ഭയക്കേണ്ട ആവശ്യം? വേണ്ട സമയത്ത് അവൻ വന്നിട്ട് നമ്മളെ കാര്യങ്ങളെല്ലാം എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടതെന്ന് വെച്ചാൽ കൊണ്ടുപോയി കൊടുക്കും. ഇനി എന്തിനാ വെറുതെ ദുഃഖിക്കുന്നത്? ഇത് മാത്രമേ ആവശ്യമുള്ളൂ. നമുക്ക് ഈ ഒരു ചിന്ത മാത്രം ഉണ്ടായാൽ മതി. എന്നെ നയിക്കുന്നത് ആ ശക്തിവിശേഷമാണ്. ആ ശക്തിവിശേഷം ഏത് ദുർഘടഘട്ടത്തിലായാലും, ഇപ്പോൾ ഒരു പുലി കടിക്കാൻ വരുന്നു, നമ്മളെ പിടിക്കാൻ വരുന്നു, നമ്മൾ ധൈര്യത്തിൽ ചിന്തിച്ചു കൊള്ളണം. പേടിക്കേണ്ട ആവശ്യം, പേടിച്ചിട്ട് എന്താ കാര്യം? പുലി ഓടുന്നു. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണ് മനസ്സിൽ? വേണ്ട സമയത്ത് ആ ശക്തി വന്ന് എനിക്ക് വേണ്ട ചിന്താഗതി ഉണ്ടാക്കിയിട്ട് എന്നെ രക്ഷിക്കേണ്ടിരിക്കുമല്ല, അതിന് വിശക്കല്ല തിന്നാനാണെങ്കിൽ അതിനെ കിട്ടുള്ളൂ. അതേ നടക്കാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് വേണ്ട സമയത്ത് വന്നിട്ട് വേണ്ടത് ചെയ്യുന്ന ശക്തി എൻ്റെ കൂടെയുണ്ട്. വേണ്ടതേ ചെയ്യുള്ളൂ. എന്താണ്? ഞാൻ അതിൻ്റെ ഭക്ഷണമാകാനാണ് ഇനിയുള്ള കാലം വിധിയെങ്കിൽ അതങ്ങനെ തന്നെ. പിന്നെ ഭയന്നിട്ട് എന്താ കാര്യം? ആ ഒരു ചിന്ത മാത്രം മതി. ആ ശക്തി വിശേഷം എൻ്റെ കൂടെയുണ്ട്, എന്നെ നയിക്കുന്നതാണ്, എവിടെയാണ് കൊണ്ടിടേണ്ടതെന്ന് അതിനറിയാം. അത് തീരുമാനിച്ചിട്ടുണ്ട്, അതിൽ മാറ്റമൊന്നുമില്ല. അത് പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നു. അതേ നടക്കൂ. ആ ചിന്ത തന്നെ മതി. അത് മാത്രമേ വരമായിട്ട് അതേ യഥാർത്ഥത്തിൽ ആവശ്യമുള്ളൂ. ആ ചിന്ത എന്നിൽ ഉണ്ടാക്കി തന്നാൽ മതി. എന്ത് ദുഃഖം വരുമ്പോഴും നേരത്തെ പറഞ്ഞ മാതിരി ഒരു സിംഹം വന്ന് ചാടി വീഴാൻ പോകുന്നു, അത്ര ഉറപ്പ്. ആ ശക്തിയാണ് എന്നെ ജനിപ്പിച്ചിരിക്കുന്നത്. എനിക്കെന്ത് സംഭവിക്കണം എന്നല്ല അത് തീരുമാനിച്ചു. ഈ വേണം, ഭയം വേണ്ട. ഭയത്തെ ഒഴിവാകും. ഈ വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ ഭയം ഉണ്ടാവില്ല. സിംഹം ചിലപ്പം വന്ന് തിന്നു പോകുമായിരിക്കും, അത് അങ്ങനെയാണ് വിധിച്ചിരിക്കുന്നത്. പിന്നെ എന്ത് കാര്യം? അപ്പം അത്തരത്തിൽ ഭയത്തെ ദൂരീകരിക്കുക. ഈ ഒരു മനഃശക്തി എന്നിൽ ഉണ്ടാക്കി തരിക, അതാണ് നമുക്ക് ആവശ്യം. ഇനി 29. ഇത് അനുസ്മരിക്കുന്നത് വഴി തന്നെ അവർക്ക് മനഃശാന്തി ലഭിക്കുന്നു. ഈ ഒരു ചിന്ത ഉണ്ടായാൽ തന്നെ നമുക്ക് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മനഃശാന്തി ഉണ്ടാകും. നിസ്സാര ജീവികളുടെ ഹൃദയത്തിൽ കൂടി അന്തരാമിയായിരിക്കുന്ന അങ്ങ് ചെറിയൊരു ബാക്ടീരിയയുടെ ഉള്ളിൽ പോലും ആ ശക്തിവിശേഷം ഇരിക്കുന്നുണ്ട്. ഏറ്റവും നിസ്സാരമെന്ന് നമ്മൾ കാണുന്ന അതിൻ്റെ അകത്തും ആ ശക്തി തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള ആ ശക്തിവിശേഷത്തിന് ഞങ്ങളുടെ അഭിലാഷങ്ങൾ അറിയാതിരിക്കുമോ? അങ്ങനെയുള്ള ആ ശക്തിവിശേഷത്തിന് ഞങ്ങളുടെ അഭിലാഷങ്ങൾ അറിയാതിരിക്കുമോ? ഏറ്റവും ചെറിയ ജീവിൻ്റെ അകത്തും കൂടി ഇരിക്കുന്ന സാധനം
പിന്നെ എൻ്റെ ആഗ്രഹം എന്താണെന്ന് അതിനറിയാതിരിക്കുമോ? പിന്നെ നമ്മളീ വിളിച്ചിട്ട് അമ്പലത്തിൽ പോയിട്ട് എന്നെ രക്ഷിക്കണേ, മറ്റേത് തരണേ, എനിക്ക് തന്നെ എൻ്റെ മകൾക്ക് ഇന്ന പ്രശ്നം, മറ്റേതിന് ഇത്ര പ്രശ്നം പറയേണ്ട ആവശ്യമില്ല. നമ്മളെ ഉള്ളിലും മകളുടെ ഉള്ളിലും എല്ലാവരുടെ ഉള്ളിലും ഇരിക്കുന്ന ആ ശക്തിയാണ്. അതിനറിയാത്ത കാര്യമൊന്നുമില്ല. ഏറ്റവും ചെറിയ സൂക്ഷ്മമാതയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അറിയാത്തതാണോ? അതിൻ്റെ അടുത്ത് പോയിട്ട് പറയേണ്ട കാര്യം എന്താ? നമ്മളിന്ന് വാവിട്ട് നിലവിളിക്കുന്നുണ്ട് ഓരോ ക്ഷേത്രങ്ങളിലെല്ലാം പോയിട്ട്. അതിൻ്റെ എല്ലാം ആവശ്യം എന്താ? ഈ ശക്തി വിശേഷം ഉള്ളിലിരിക്കുന്ന അതിനറിയാത്ത ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഒച്ചത്ത് വിളിച്ച് നിലവിളിക്കണോ? മനസ്സിൽ തന്നെ പറയേണ്ട പോലും കാര്യമില്ല. പിന്നെ നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. മനസ്സിലൊരു ചിന്ത എന്നെ ഒന്ന് രക്ഷിക്കണേന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മാനസികപരവും ഉയർന്നു വരുമ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല, പറഞ്ഞിട്ടും കാര്യമില്ല. നടക്കുന്നതേ നടക്കും. ഇപ്പം എത്ര വലിയ ധൈര്യമാണ് ഭാഗവതം നമുക്ക് നൽകുന്നത്. ഇനി 30 മുക്തിമാർഗം നിർദ്ദേശിക്കുന്നത്. നമുക്ക് എപ്പോൾ മോക്ഷം നൽകണമെന്ന് തീരുമാനിക്കുന്നത് അതാണ്. അത് നിർദ്ദേശിക്കും. നിന്റെ ജോലിയെല്ലാം തീർന്നു, ഇനി നീ ബ്രഹ്മസാക്ഷാത്കാരം ആത്മീയത വഴിക്ക് പോയിട്ട് സന്യാസിച്ചിട്ട് പോയി സന്യാസിയായിട്ട് ബ്രഹ്മത്തിൽ പോയി ലയിച്ചു. അപ്പോഴാണ് അത് നിർദ്ദേശിക്കുന്നത്. മുക്തിമാർഗം നിർദ്ദേശിക്കുന്ന പുരുഷാർത്ഥങ്ങളുടെ എല്ലാം ഭൂതമായ അങ്ങ് നമുക്ക് സുപ്രീതനാണ്. അതുതന്നെ നാം അഭിലഷിക്കുന്ന വരപ്രസാദം. നമുക്കെപ്പോഴും ഈ സത്യം നമ്മുടെ ഉള്ളിൽ പ്രകടമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകണം. അതാണ് ഈ ചിന്താഗതി. ഈ ഒരു ശാസ്ത്രതത്വം നമ്മുടെ മനസ്സിൽ എല്ലാ സമയവും ഉണ്ടാക്കണം. ആ ബ്രഹ്മമാണ്, അത് തന്നെയാണ് ഞാൻ, അത് എൻ്റെ കൂടെയാണുള്ളത് എന്നുള്ള ആ ജ്ഞാനം എന്നിൽ ഉണ്ടാക്കുക. അതാണ് ഏറ്റവും വലിയ വരപ്രസാദം. എന്നിട്ട് 31 പറയും, എന്നിരിക്കലും മൂലകാരണത്തിൽ നിന്നും അതീതനായിരിക്കുന്ന അങ്ങ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിനെല്ലാം ഒരു കാരണമുണ്ട്. പക്ഷേ അതിൽ നിന്നും അത് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒരു വരം മാത്രം നൽകുക. അങ്ങ് അറ്റമില്ലാത്തവനാകയാൽ അനന്തൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അങ്ങ് അതിന് അറ്റമൊന്നുമില്ല. അതുകൊണ്ടാണ് അതിന് അനന്തൻ എന്ന് പറയുന്നത്. ആ ശക്തി പക്ഷേ ഏറ്റവും സൂക്ഷ്മമായ ജീവിൻ്റെ ഏറ്റവും അകത്തും ഇരിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചം മുഴുവൻ അതായിട്ട് മാറിയത്, ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതും അത് തന്നെയാണ്. ഇനി 32 കൽപ്പവൃക്ഷം അനായാസേന ലഭിക്കുമ്പോൾ വണ്ട് വേറൊരു മരം തേടിപ്പോവുകയില്ല. കൽപ്പവൃക്ഷം എല്ലാം നൽകുന്ന വൃക്ഷം അടുത്തിരിക്കുമ്പോൾ ഒരു വണ്ട് പിന്നെ വേറെ മരം തേടിയിട്ട് പോകേണ്ട ആവശ്യമില്ല. എല്ലാവരും മരത്തിൽ നിന്ന് കിട്ടുമെങ്കിൽ പിന്നെ വേറൊരു മരം നോക്കിയിട്ട് പോകേണ്ട ആവശ്യം വണ്ടിനില്ല. അങ്ങയുടെ തൃപ്പാദം ലഭിച്ചാൽ പിന്നെ വേറെ എന്തു വരിക്കാനാണ്? അതുകൊണ്ട് അങ്ങയുടെ തൃപ്പാദമാണ് നമുക്ക് ആവശ്യം. അങ്ങയുടെ തൃപ്പാദം എന്ന് പറയുമ്പോൾ അങ്ങ് നടക്കുന്ന വഴിയിലൂടെയാണ് ഞാനും നടക്കേണ്ടത്. അങ്ങ് കാലത്തെ എങ്ങനോട്ടാണോ നടത്തിക്കൊണ്ടു പോകുന്നത് ആ മാർഗത്തിലൂടെയാണ് ഞാൻ പോകേണ്ടത് എന്ന് പറഞ്ഞാൽ, നമ്മളെ സൃഷ്ടിച്ചത് ഒരു കർമ്മം ചെയ്യാനാണ്. അതിലൂടെ അത് വിഭാവനം ചെയ്തിട്ട് ഒരു സുന്ദരമായ ലോകം, വസുദേവ കുടുംബം, എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ. 3-ാം ലോക മഹായുദ്ധത്തിന് ശേഷം, മഹാഭാരത യുദ്ധത്തിന് ശേഷം ഒരു സുന്ദരമായ ലോകം. എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ, ഉച്ചനീചത്വങ്ങളില്ലാതെ, ജാതിമത ചിന്തകളില്ലാതെ, എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ തുല്യമായിട്ട് അവരവർക്ക് കിട്ടുന്ന കഴിവുകൾ അവരവർ ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്നതെല്ലാം അനുഭവിച്ചുകൊണ്ട് സുഖമായി ജീവിക്കുക, എല്ലാ ജ്ഞാനവും തികഞ്ഞുകൊണ്ട്. അങ്ങനെ ഒരു ലോകമാണ് അവസാനം ഉണ്ടാകാൻ പോകുന്ന വസുദേവ കുടുംബം. അതിനേക്കാണ് നയിച്ചുകൊണ്ട് പോകും. ഇനി 33 എന്നിട്ട് 33 പറയാണ്, അങ്ങയുടെ മായയാൽ കുടുങ്ങി കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട്. അപ്പം നമ്മളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് മായയാൽ പെടുത്തിക്കൊണ്ടാണ്. ഞാനെന്നൊരു ചിന്ത പെടുത്തിക്കൊണ്ട് നമ്മളെ മായയിൽ അകപ്പെടുത്തിക്കൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്.
അങ്ങനെ മായയാൽ കുടുക്കി കർമ്മങ്ങളിലൂടെ സംസാര ചക്രത്തിൽ അകപ്പെട്ട് എത്ര കാലം സംസാര ചക്രത്തിൽ നമ്മൾ കറങ്ങുന്നുവോ അത്രയും കാലം. അപ്പോൾ നമ്മൾ ജനിക്കും, നമ്മളെ കർമ്മങ്ങളെല്ലാം ചെയ്യും, കർമ്മം തീരുമ്പോൾ മരിക്കും, പിന്നെയും ജനിക്കും, വേറെ ചില കർമ്മങ്ങൾ ചെയ്യാൻ, അത് ചെയ്യും, അത് തീരുമ്പം മരിക്കും. ഇങ്ങനെ ഈ സംസാര ചക്രത്തിൽ കടക്കുന്ന കാലത്തോളം എന്തു വേണം? ഞങ്ങളുടെ സമ്പർക്കം അങ്ങയുമായുള്ള സ്ഥിരമായ സമ്പർക്കം പുലർത്തുന്നതിനുള്ള ഒരവസ്ഥ ഉണ്ടാക്കിത്തരണം. അതാണ് ജനങ്ങൾക്ക് ഈ സംസാര ചക്രത്തിൽ ഇങ്ങനെ കറങ്ങുമ്പോൾ നമുക്കെപ്പോഴും അങ്ങയുടെ സമ്പർക്കം ഉണ്ടാകണം. അതിനായിട്ട് ഭക്തജനങ്ങളുടെ സമ്പർക്കവും ഉണ്ടാകണം. അപ്പോൾ ശരിയായ ബ്രഹ്മത്തെ മനസ്സിലാക്കി ഈ തത്വം അറിയുന്ന ജനങ്ങളുടെ കൂടെയായിരിക്കണം നമ്മുടെ സമ്പർക്കവും. സമ്പർക്കത്തിലൂടെയാണല്ലോ നമുക്ക് എന്തുണ്ടാകുന്നത്? ഓരോ തരം ചിന്താഗതികൾ ഉണ്ടാകുന്നത്. ഒരു കുടുംബത്തിൽ ജനിക്കുന്നു, ആ കുടുംബത്തിൽ അച്ഛനും അമ്മയുമായിട്ടുള്ള സമ്പർക്കം കൊണ്ടാണ് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എന്ന ചിന്ത വരുന്നത്. പിന്നെ വേറെ വല്ല സമ്പർക്കം വരുമ്പോൾ എന്ത് പറ്റും? ഇതെന്ന് കാല് വാരിയിട്ട് വേറൊരു മതത്തിൽ പോയി ചേരും. അത് വേറൊരു സമ്പർക്കം വരും. അപ്പം ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്ന ഞങ്ങൾക്ക് എപ്പോഴും ഈ ഈശ്വരൻ ഒന്നേ ഉള്ളൂ. അതിന് ജാതിയും മതമൊന്നുമില്ല, അതിന് രൂപവും ഭാവമൊന്നുമില്ല. അങ്ങനെയുള്ള ബ്രഹ്മത്തെ, ആ ബ്രഹ്മരഹസ്യം മനസ്സിലാകുന്ന തരത്തിലുള്ള ആളുകളുമായി, ഭക്തജനങ്ങളുമായിട്ട് എൻ്റെ സമ്പർക്കം ഉണ്ടാകണമേ, എല്ലാ ജനത്തിനും ഉണ്ടാകണമേ. എല്ലാ ജന്മത്തിലും, ഓരോ ജന്മം എടുക്കുമ്പോഴും ഇത്തരം ഭക്തജനങ്ങളുടെ, അതായത് വിഷ്ണു ഭക്തരുടെ, വിഷ്ണു ഭക്തർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം നയിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട്. അതിന് രൂപവും ഭാവവും ഒന്നുമില്ല. അതാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത്. അതിന് ജാതിയും മതമൊന്നുമില്ല, എല്ലാവരെയും സൃഷ്ടിച്ച അത് തന്നെയാണ്. അങ്ങനെയുള്ള ആ ശക്തി വിശേഷം നമ്മളിലൂടെയാണ് കർമ്മങ്ങളെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്ന ചിന്താഗതി വെച്ച് നടക്കുന്ന മനുഷ്യരുടെ സംസർഗം നമുക്കുണ്ടാകണമെന്ന് പറയുകയാണ്. അല്ലാതെ ജാതിയും മതവും ചിന്തിച്ച് നടക്കുന്നവരുടെ സംസർഗം ഉണ്ടായാൽ എന്താ പറ്റുമെന്ന് അറിയാം, തമ്മിൽ തല്ലി നശിക്കും. അതായത് വിഷ്ണുവിനെ ഈ രൂപത്തിൽ കാണാൻ പറ്റിയ എല്ലാം ബ്രഹ്മം കാണുന്ന പട്ടിയിലും പൂച്ചയിലും ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മുസ്ലിമിലും ബ്രഹ്മത്തെ ദർശിക്കുവാൻ കഴിയുക. അങ്ങനെ ദർശിക്കാൻ കഴിയുന്നവരുടെ കൂടെയായിരിക്കണം നമ്മുടെ സംസർഗം. ഈ പറഞ്ഞ തരത്തിലുള്ള വിഷ്ണുവില് സംസർഗം ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും. എല്ലാതേലും പോയി കഴിഞ്ഞാൽ അവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി 34 ഭഗവത് ഭക്തന്മാരെ കൂടെയുള്ള സമ്പർക്കത്തിൻ്റെ ഒരു കണികയോടുപോലും അങ്ങനെയുള്ള ജനങ്ങളുടെ, എല്ലാറ്റിലും ബ്രഹ്മത്തെ ദർശിക്കാൻ കഴിവുള്ള ഭഗവാനെ, ആ ശക്തി നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോ കർമ്മം ചെയ്യാനാണ്. നമ്മളത് ചെയ്തു കൊടുക്കുക, അല്ലെ പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ സമൂഹത്തിൻ്റെ ജീവിയാണ്. നമ്മൾ ലോകം നന്നാക്കാനാണ്, പുതിയൊരു ലോകം ഉണ്ടാക്കാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി എൻ്റെ സേവനം, നിസ്വാർത്ഥ സേവനം വിട്ടുകൊടുക്കുന്നു. ഈ ചിന്താഗതി ഉള്ള മനുഷ്യരുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത്, ആ സമ്പർക്കത്തിൻ്റെ ഒരു കണികയോട് പോലും ദേവലോകത്തെ ഞങ്ങൾ താതാത്മ്യം ചെയ്യില്ല. ആ സമ്പർക്കമാണ് ഏറ്റവും വലിയത്. ബാക്കിയുള്ള ഏത് ലോകത്തെയും, ഏതൊരു ഭൗതിക ലോകത്തെയും അതുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കൂട്ടുകൂടുന്നത് ഈ തത്വം മനസ്സിലാക്കിയവരാണ്. ഒരു ശക്തിവിശേഷമുണ്ട്, അത് നിർഗുണമായ ബ്രഹ്മം. അതാണ് നമ്മളെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്, നമ്മുടെ ഉള്ളിലെല്ലാം കയറിയിരിക്കുന്നത് അത് തന്നെയാണ്.
അതിനൊരു ജാതിയും അതൊന്നുമില്ല. നമ്മുടെ ലക്ഷ്യം അതിനു വേണ്ടി കർമ്മം ചെയ്തു കൊടുക്കുകയാണ്, അല്ല പണം ഉണ്ടാക്കലല്ല. ബന്ധനങ്ങളിൽ നിന്നെല്ലാം വേർപെടണം. നമുക്ക് പ്രത്യേകിച്ച് ബന്ധനങ്ങളൊന്നുമില്ല. ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുട്ടികളുണ്ടാകാൻ അതെല്ലാം ആവശ്യം തന്നെയാണ്. അവിടെ കുറച്ച് ധർമ്മങ്ങളുണ്ട്, അത് ചെയ്യുന്നു. അതിൽ കവിഞ്ഞ് വേറെ ബന്ധനങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. എല്ലാ മനുഷ്യരെയും ഒന്നായി കാണാൻ പറ്റണം. കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടിച്ചേരുന്നു. അതേസമയം ധർമ്മങ്ങളുണ്ട്, അത് ചെയ്യും വേണം. ഭർത്താവ് എന്ന ധർമ്മവും ചെയ്യണം, ഭാര്യ എന്ന ധർമ്മം, മക്കളെ ധർമ്മവും ചെയ്യണം. കാരണം ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. ധർമ്മം, അർത്ഥം, കാമം, മോശം എല്ലാം ഉണ്ട്. പക്ഷെ അതെല്ലാം ശക്തിയെ ചിന്തിച്ചുകൊണ്ട് ചെയ്യുക. ഒരൊറ്റ ശക്തിയേ ഉള്ളൂ, അല്ല പല ഈശ്വരനില്ല. ആ ചിന്തയോടുകൂടി നീക്കുന്ന മനുഷ്യരോട് കൂടിച്ചേരുന്നതിനുള്ള ആ സമ്പർക്കത്തിൻ്റെ ഒരു കണികയോട് ബാക്കി ഭൗതിക ലോകത്തിലുള്ള ഒന്നിനെയും താരതമ്യപ്പെടുത്താൻ പറ്റില്ല. മുക്തിയുമില്ല. ഇതിൽ നിന്നല്ലാതെ വേറൊരു വഴിയിലൂടെ മുക്തി ലഭിക്കാൻ പോകുന്നില്ല. മനുഷ്യരെ സംബന്ധിച്ച കാമനകളുടെ കാര്യം പിന്നെ പറയണം. അപ്പം മനുഷ്യർ കാമനകളിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യം പറയേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് അധോഗതി തന്നെയാണ്. ഇനി 35 ഭക്തജന സംസർഗത്തിൽ അല്ലെ സംഗമത്തിൽ കൂടി ഭഗവത് കഥകൾ വാട്ടിപ്പറയപ്പെടുമ്പോൾ ഭോഗതൃഷ്ണക്ക് ശമനം വരും. അപ്പോൾ ഈ പറയുന്ന ഭഗവത് ഭക്തി നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. അല്ലാതെ ഭാഗവതവും തുറന്നിട്ട് നമ്മളെ വീട്ടിലെ പഴയ കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മളെല്ലാം എത്ര പാടുപെട്ടിട്ട് പഠിച്ചതാണെന്നറിയാം. ഇപ്പം നമ്മളെ മക്കളെയല്ലേ ഇങ്ങനെയാണ് വളർത്തുന്നത്. അവരൊന്നും ഇതൊന്നും അറിയുന്നില്ല. നമ്മളെ വയസ്സാം കാലത്ത് അവർക്ക് നമ്മളോട് ഈ സ്നേഹം ഉണ്ടോ എന്നെല്ലാം പറയുമ്പോൾ കേൾക്കുന്നവർക്കും സുഖം. ഇമാരെല്ലാം മനസ്സ് കാരണം ഇതല്ലാണ്ട് ഭാഗവതം എന്നാ ധരിച്ചത്. അതല്ല, ഈ പറയുന്ന തരത്തിൽ ഭക്തജന സംഗമത്തിൽ കൂടി ഭഗവത് കഥകൾ വാഴ്ത്തപ്പെടുമ്പോൾ, ഈ തരത്തിൽ വാഴ്ത്തിപ്പറയുമ്പോൾ കഥകളെ, പുരാണ കഥകളെ മുഴുവൻ വഴിക്ക് പറയണം. അവിടെ നിന്ന് ഓരോന്ന് എടുത്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ എന്തെല്ലോ കഥയായിട്ട് തോന്നും. ഇത് ആദ്യം മുതൽ അവസാനം വരെ വരിവിടാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് വരും? ഭോഗതൃഷ്ണക്ക് ശമനം വരും. അപ്പൊ ലക്ഷ്യം എന്താണ്? നമുക്ക് ഈ ഭൗതിക ലോകത്തിലെ സുഖത്തിലും ബന്ധനങ്ങളിൽ നിന്നും മുക്തി നേടണം. ഭാര്യ, ചിന്ത, മക്കള്, വീട്, ഈ ചിന്തകളിൽ നിന്നെല്ലാം നമുക്ക് മുക്തമാകണം. അതിലൂടെ ദോഷബുദ്ധി നീങ്ങുന്നു. അപ്പോഴാണ് ദോഷബുദ്ധി തെളിയുന്നു. അപ്പൊ ശല്യങ്ങളും ഒഴിവാകും. പിന്നെ ഒരു ശല്യം ഉണ്ടാവില്ല. 36 അത്തരം ഭക്തജന സംഗമത്തിലൂടെ ശ്രീനാരായണനെ അനാസക്തരായ ഭക്തജനങ്ങൾ തുടരെ പ്രകീർത്തിക്കുന്നു. അനാസക്തരായ, ഒന്നിലും ആസക്തിയില്ലാതെ, ഒന്നിലും താല്പര്യമില്ലാതെ, വെറും ഈ ഭാഗവതത്തിൽ പറയുന്ന കഥകൾ അതേപോലെ പ്രപഞ്ച രഹസ്യം പറഞ്ഞു കൊടുക്കുമ്പോൾ തുടരെ പ്രകീർത്തിച്ചുകൊണ്ടേ ഇരിക്കണം. ഇത്തരം കഥകളുണ്ട്. ഇങ്ങനെയുള്ള യോഗങ്ങളിൽ ഈ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ കേൾക്കുന്നവരിലും എന്തുണ്ടാകും? ആ ചിന്താഗതി ഉണ്ടാകും. 37 അങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളുടെ, ഇത്തരം ചർച്ചകൾ നടക്കുന്ന സ്ഥലങ്ങളിലൂടെ ഇത്തരം പുണ്യസ്ഥലങ്ങളുടെ പരിപാവനതയ്ക്ക് വേണ്ടി കാൽനടയായി അവിടെ സഞ്ചരിക്കുന്ന ആ ഭഗവത് ഭക്തരുടെ സമ്പർക്കം സംസാരപരം നേടുന്നവർക്ക് രുചികരമായി തീരില്ലയോ? അങ്ങനെ ആരെങ്കിലും ആ സംഗമങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് നടന്നു പോവുകയാണെങ്കിൽ അവർക്കെന്തുണ്ടാകും? ഈ സംസാര ദുഃഖങ്ങളിൽ നിന്നും
മറികടക്കാൻ പറ്റില്ലേ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. സംസാരക്കർക്കൊന്ന് മറികടക്കാം. ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് ഭക്തജനങ്ങൾ ചെന്നിട്ട് അത് കേൾക്കുകയാണെങ്കിൽ ഈ സംസാര ദുഃഖം മറികടക്കും. സംസാര ദുഃഖം മറികടക്കേണ്ടി ഒറ്റ വഴിയുള്ളൂ. എല്ലാ മനുഷ്യരും ഒന്നാണ് എന്നുള്ള ചിന്ത പഠിപ്പിക്കുക മനസ്സിൽ. അല്ലാതെ അവൻ ഹിന്ദുവാണ്, ഇവൻ ക്രിസ്ത്യാനിയാണ്, ഇവൻ മുസ്ലിമാണ്, അവൻ നമുക്ക് ഭാര്യയാണെന്നെല്ലാം പറഞ്ഞിട്ടാണ് എന്ന് പ്രഭാഷണം നടത്തി കഴിഞ്ഞാൽ ജനത്തിൻ്റെ ഉള്ളിൽ വിദ്വേഷവും വർഗീയ വിദ്വേഷങ്ങളും എല്ലാം ഉണ്ടായിട്ട് തമ്മിൽ തല്ലി മരിക്കുന്ന അവസ്ഥയിലേക്ക് ലോകം ഇന്ന് മതത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലി നശിക്കുകയാണ്. അല്ലാതെ നിസ്വാർത്ഥ കർമ്മം ലോകത്തിന് വേണ്ടിയാണ് എല്ലാവരും കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ലോകത്തിലുള്ള എല്ലാവരുടെ മനസ്സും ഒന്നായി മാറും. അവർ ഈ ലോകത്തെ നല്ലൊരു നിലയിലേക്ക് കൊണ്ടുപോകാനായി ചിന്തിക്കുകയുള്ളൂ. അല്ലാതെ ഓരോ ദേശത്തെ പറ്റിയും നമ്മുടെ നാടിനെ പറ്റി അങ്ങനെയുള്ള ഒരു ചിന്തയും അവരിൽ വരില്ല. ലോകമൊന്നാണ്, ഒരു ശക്തിയാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാവരും ഓരോ സ്ഥലത്ത് പലതരത്തിൽ സൃഷ്ടിക്കുന്നതിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാവരെയും കൊണ്ട് ഓരോ ദേശത്തിലും ഓരോ കർമ്മം ചെയ്തിട്ട് ലോകം ഒന്നായിട്ട് മുന്നോട്ടേക്ക് നല്ലൊരു സുന്ദരമായ ലോകത്തിലേക്ക് വസുദേവ കുടുംബത്തിലേക്ക് എത്തിക്കാനാണ് എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഈ ലോകം മുഴുവൻ ഒന്നായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ മതിലുകൾ വേണ്ട. മതിലുകളൊന്നും ആവശ്യമില്ല. മനുഷ്യന് തമ്മിൽ ഒരു വ്യത്യാസവും കാണില്ല. എല്ലാവരെയും സ്വന്തം നിലയിൽ, ഞാനെന്ന നിലയിൽ എല്ലാവരെയും കാണാൻ പറ്റുമോ? ഒരു കുടുംബത്തിൽ എല്ലാവർക്കും പരസ്പരം ആ ഒരു ബന്ധമുണ്ട്. ഒരു കുടുംബത്തിൽ എല്ലാവരും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അവിടെ ഉച്ചനീചത്വമില്ല, അവിടെ ചെറിയനോ വലിയവനോ ഇല്ല. ഓരോ ആളും അവരവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നു, കൂട്ടായിട്ട് ജീവിക്കുന്നു. ഇനി അതാണ് മൂന്നാം ലോക മഹായുദ്ധത്തിലൂടെ, മഹാഭാരത യുദ്ധത്തിലൂടെ നേടിയെടുക്കുന്ന വസുദേവ കുടുംബം എന്ന ലോകം. ഇനി 38 അങ്ങയുടെ സഖാവായ പരമശിവന്റെ രുദ്രഗീതം ചൊല്ലിക്കൊണ്ട് തന്നെയാണ് വിഷ്ണുവിനെ പ്രാപിച്ചത്. രുദ്രഗീതത്തിലൂടെ എന്ന് പറഞ്ഞാൽ ആറ്റങ്ങളുടെ ശാസ്ത്രങ്ങൾ മനസ്സിലായി. ആറ്റത്തിലൂടെയാണ്, ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രപഞ്ചം ഉണ്ടാക്കുക എന്നത് വിഷ്ണുവിൻ്റെ ലക്ഷ്യമാണ്. അപ്പം അതിനാണ് നമ്മളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്, പ്രജേതസ്സുകളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. അപ്പോൾ അങ്ങയുടെ സഖാവായ പരമശിവൻ്റെ സമ്പർക്കം മൂലം, ആ രുദ്രഗീതങ്ങൾ ചൊല്ലിയത് മൂലം, അതായത് ശാസ്ത്രങ്ങൾ മുഴുവൻ പഠിച്ചത് മൂലം ചികിത്സിച്ചു മാറ്റുവാൻ പ്രയാസമുള്ള ജനന മരണത്തിൻ്റെ, അപ്പം രോഗങ്ങളെല്ലാം ചികിത്സിച്ച് മാറ്റുന്നത് ഏതിലൂടെയാണ്? മരുന്നുകളിലൂടെയാണ്. മരുന്നുകളെല്ലാം എന്തിനെ കൊണ്ടാണ്? രുദ്രൻ്റെ ആറ്റങ്ങളിലൂടെയാണ്. പക്ഷേ ജനന മരണങ്ങളെയൊന്നും ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല. അങ്ങനെയുള്ള മഹാരോഗത്തിൻ്റെ തന്നെ മഹാചികിത്സകനായിട്ട് ഇപ്പം ജനന മരണങ്ങളെപ്പോലും മറികടന്നുകൊണ്ട് ചികിത്സിക്കാൻ കഴിയുന്നത് ആരാണ്? വിഷ്ണുവിനെയാണ്. ജനന മരണത്തിനാണ് ചികിത്സിച്ച് മാറ്റാൻ ഏറ്റവും പ്രയാസം. ജനിക്കുക മരിക്കുക ഇതെപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് മോശം ലഭിക്കണമെങ്കിൽ ആര് വിചാരിച്ചാലേ പറ്റുള്ളൂ? വിഷ്ണു വിചാരിച്ചാൽ. എങ്ങനെ ബ്രഹ്മസാക്ഷാത്കാരം? അപ്പോൾ അങ്ങനെ ജനന മരണമെന്ന രോഗത്തിൻ്റെ, മഹാരോഗത്തിൻ്റെ ചികിത്സകനായിട്ട് നിൻ തിരുവടിയെ നമുക്ക് ആശ്രയമായിട്ട് ലഭിച്ചിരിക്കുകയാണ് എന്നാണ് 38 പറയുന്നത്. അതായത് ഈ വിഷ്ണു വിചാരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? മോക്ഷം പ്രാപിച്ചിട്ട് പിന്നെ ജനനവുമില്ല മരണവുമില്ല. ഇതിൻ്റെ 39-40 പറയുകയാണ്, ഞങ്ങളാൽ അധ്യയനം ചെയ്യപ്പെട്ടു. അന്ന് നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു. ഇതെല്ലാം ഈ ശാസ്ത്രപത്രങ്ങളെല്ലാം പ്രകൃതി രഹസ്യമെല്ലാം അങ്ങ് ബ്രഹ്മരഹസ്യമെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. സൃഷ്ടി രഹസ്യമെല്ലാം പറഞ്ഞു തന്നു. പിന്നെ ഗുരുക്കന്മാരും ബ്രാഹ്മണന്മാരും വയസ്സായ വൃദ്ധന്മാരുമെല്ലാം അനുസരണയോടുകൂടി അങ്ങയുടെ ശുശ്രൂഷയാൽ തന്നെ സംതൃപ്തരാക്കപ്പെട്ടു.
അപ്പം അങ്ങേര് വിചാരിച്ചു കഴിഞ്ഞാൽ, ആ ശക്തി വിചാരിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണരായവർക്ക്, അതായത് നല്ല ബുദ്ധിയുള്ളവർക്കും പിന്നെ വയസ്സായവർക്കും മോക്ഷം ലഭിക്കുമല്ലോ. അനുസരണയോടുകൂടി അദ്ദേഹത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ എന്ത് പറ്റും? അവർക്കും മോക്ഷം ലഭിക്കും, അവരും സംതൃപ്തി അടയും. അതുപോലെയുള്ള ഇവിടെയുള്ള സമസ്ത ജീവജാലങ്ങളും മറ്റുള്ള ജനങ്ങളും ജനസമൂഹങ്ങളുമെല്ലാം ആദരിക്കപ്പെടട്ടെ, ഈ നിലയിൽ ആദരിക്കപ്പെട്ടെ. കാരണം എല്ലാം ആ ശക്തിയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ അതിൽ നമ്മൾ വകഭേദങ്ങൾ കാണാൻ പാടില്ല. അപ്പം എല്ലാവരും ഏതു തരം ആൾക്കാരായാലും അവരെല്ലാം ആദരിക്കപ്പെടട്ടെ. നമ്മൾ എന്താണ് ചെയ്തതെന്ന് പ്രജേതസ്സുകൾ പറയുകയാണ്. നമ്മൾ വള്ളത്തിൽ അനേക കാലം കഷ്ടപ്പെട്ട് തപസ്സെല്ലാം അനുഷ്ഠിച്ചിരിക്കുന്ന നമ്മൾ. അപ്പം നമ്മൾ കർമ്മം ചെയ്തിരിക്കുന്നതിന് വേണ്ടിയാണ്. ഈ വള്ളത്തിൽ അത്രയോ വർഷം തപസ് ചെയ്തിട്ട് രുദ്രഗീതവും കാണിച്ചിട്ട് ചൊല്ലിക്കൊണ്ട് ഈ വിഷ്ണുവിനെ ധ്യാനിച്ചു കൊണ്ടാണ് ഇരുന്നത്. അങ്ങനെയുള്ള ഞങ്ങളും, അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാവരും അങ്ങനെയുള്ളവരുടെ എല്ലാം പ്രവൃത്തി നിൻ തിരുവടിയുടെ സന്തോഷത്തിന് പാത്രീഭൂതമാകട്ടെ എന്ന് പറയുകയാണ്. അതായത് ഈ ലോകത്തിലെ എല്ലാവരും ഇങ്ങനെ നിസ്വാർത്ഥ കർമ്മം ചെയ്യുന്ന, നമ്മളും അതിനു വേണ്ടിയാണ് ജലത്തിൽ ഇരുന്നു കൊണ്ട് രുദ്രഗീതങ്ങളും ചൊല്ലിക്കൊണ്ട് ഇത്രയും കാലം കഴിച്ചു കൂട്ടിയത്. അതിലും എന്തിനു വേണ്ടി? നിൻ തിരുവടിയുടെ സന്തോഷത്തിന് പാത്രീഭൂതമാകണം എന്ന് പറയുകയാണ്. അതായത് നമ്മളെല്ലാം അതിൻ്റെ സന്തോഷത്തിന് വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ഇത് പിന്നെ 41 പറയാണ്, സ്വയംഭൂ മനു, ബ്രഹ്മാവ്, ശ്രീരുദ്രൻ മുതലവരെല്ലാം തപസ് ചെയ്ത് ജ്ഞാനം നേടി പിന്നെ ശുദ്ധ അന്ധകരണമായി തീർന്നവരാണ്. അവരെല്ലാം ശുദ്ധ അന്ധകരണത്തോടു കൂടി തീർന്നവരാണ്. പിന്നെ മറ്റു ചിലരും അതേപോലെയുള്ള മറ്റു ചിലരും, അതായത് ഈ ഋഷികളെല്ലാം, മറ്റു ചിലരെന്ന് പറഞ്ഞാൽ ഋഷികളെല്ലാം ഉദ്ദേശിക്കുന്നത്, നിൻ തിരുവടിയുടെ അറ്റം കാണാൻ കഴിയാത്തവരാണ്. അവരെല്ലാം ആത്മാർത്ഥമായിട്ട് ഈ ഋഷികളും സ്വയംഭൂ മനുതൊട്ട് എല്ലാവരും അങ്ങയെ ഫോളോ ചെയ്തുകൊണ്ട് ശുദ്ധ അന്തരകരണത്തോടു കൂടി തന്നെയാണ് കർമ്മങ്ങൾ ചെയ്തിരിക്കുന്നത്. സൃഷ്ടിക്രമത്തിലെല്ലാം പങ്കെടുത്തവരും. എന്നിട്ടും അവർക്കൊന്നും നിൻ തിരുവടിയുടെ അറ്റം കാണാൻ പറ്റിയിട്ടില്ല. കാരണം ബ്രഹ്മത്തിന് അറ്റമില്ല. അത്രയും വലുതാണ് ഈ ബ്രഹ്മം, ഈ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ശക്തിവിശേഷം, ഈശ്വരൻ എന്ന് പറയുന്നത്. എന്നിട്ടും അവർ എന്ത് ചെയ്യുന്നു? അറ്റം കാണാൻ പറ്റാത്ത അവസ്ഥയിൽ പോലും അങ്ങയെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഋഷികളെല്ലാം ഈ ബ്രഹ്മത്തെപ്പറ്റി വിവരിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവർക്ക് ഈ ബ്രഹ്മത്തിൻ്റെ നിർഗുണം ഏതൊരു ശക്തിയാണ് ഈ പ്രപഞ്ചമായി മാറിയത്, ആ ശക്തിയുടെ അറ്റമൊന്നും അവർക്കും കാണാൻ പറ്റിയിട്ടില്ല. എന്നിട്ടും അവർ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനാൽ ഞങ്ങളും നമ്മുടെ സ്വരൂപത്തിൽ സ്വബുദ്ധിക്കനുസരിച്ച്, അതുകൊണ്ട് ഞങ്ങളും എന്ത് ചെയ്യാണ്? അങ്ങേ വർണ്ണിക്കാനൊന്നും നമുക്ക് പറ്റില്ല. ഞങ്ങളും നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് അങ്ങയെ സ്തുതിക്കുന്നു. അതുകൊണ്ട് എങ്ങും ഒന്നുപോലെയുള്ളവനും, ഈശ്വരൻ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ എവിടെയായാലും ഒരുപോലെയാണുള്ളത്. അല്ലാതെ നമ്മളിന്ന് പറയുന്ന മാതിരി പല രൂപത്തിലൊന്നുമല്ല. ഒരു ഈശ്വരൻ ഇങ്ങനെയാണെങ്കിൽ ഒരു ഈശ്വരൻ ഇങ്ങനെയാണ്, ഓരോ രൂപത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നുമല്ല. എല്ലായിടവും നിൽക്കുന്ന ഈശ്വരൻ ഒരേ രൂപത്തിലും ഒരേപോലെയാണുള്ളത്. അങ്ങനെയുള്ള ഈശ്വരന് നമസ്കാരം. അത് വിശുദ്ധ സ്വരൂപമാണ്. അപ്പം എങ്ങും നിറഞ്ഞിരിക്കുന്ന വിശുദ്ധ സ്വരൂപമായ ആ ശക്തിവിശേഷത്തിന് നമസ്കാരം പറയുകയാണെന്ന് വെച്ചാൽ, പ്രപഞ്ചത്തിൽ എവിടെ ഈ 14 ലോകങ്ങളിലുമുള്ള ആ ഈശ്വരൻ ഒരേ രൂപത്തിലാണുള്ളത്. അത് ഒന്നാണ്. അതിന് രൂപവുമില്ല, ഭാവവുമില്ല, അതിന് ജാതിയുമില്ല, മതവുമില്ല. അങ്ങനെയുള്ള ഈശ്വരന് നമസ്കാരം. സപ്തമൂർത്തിയായ ശ്രീ വാസുദേവന് നമസ്കാരം. വേറെ രൂപത്തിലെല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് തന്നെയാണെന്ന് പറയുകയാണ്. സർവ ഐശ്വര്യങ്ങളോടുകൂടിയും ഷഡ്ഗുണ സമ്പന്നനായിരിക്കുന്ന നിന്തിരുവടിക്ക് നമസ്കാരം. എല്ലാം തികഞ്ഞ ആ ശക്തിക്ക് നമസ്കാരം എന്ന് പറയുകയാണ്. ഇതിൻ്റെ 43 മൈത്രേയൻ.
മൈത്രേയൻ പറയുകയാണ്, ഇപ്രകാരം പ്രചേതസ്സുകൾ സ്തോത്രം ചെയ്യപ്പെട്ടപ്പോൾ, അദ്ദേഹത്തെ വർണ്ണിച്ചപ്പോൾ സന്തോഷിച്ച ശ്രീ മഹാവിഷ്ണു തഥാസ്തു എന്ന് പറഞ്ഞുകൊണ്ട്, ഇങ്ങനെ പ്രചേതസ്സുകൾ അദ്ദേഹത്തെ സ്തുതിച്ചപ്പോൾ തഥാസ്തു എന്ന് പറഞ്ഞു. നിന്തിരുവടിയുടെ മുഖം ദർശിച്ചു മതിവരാതെ നിൽക്കുന്ന പ്രചേതസ്സുകൾ, എന്നിട്ട് പ്രചേതസ്സുകൾക്ക് ആ മുഖം ഇതെല്ലാം കഥയിൽ അങ്ങനെ പറയുക, എത്ര കണ്ടിട്ടും മടി വരാതെ ഇരിക്കുകയാണ്. ആ ഗമനം അവർ ഇച്ഛിക്കുന്നില്ല, ആ പോകുന്നത് അവർക്ക് മനസ്സിൽ ഒരു ഇഷ്ടവുമില്ല. എങ്കിലും ശ്രീ വിഷ്ണു ഭക്തഹൃദയങ്ങളിലേക്ക് യാത്ര തിരിച്ചു. വിഷ്ണു എവിടത്തേക്കാണ് പോയത്? ഭക്തന്മാരുടെ ഹൃദയത്തിൽ. ഈ നിലയിൽ വിഷ്ണുവിനെ കാണുന്നവരുടെ ഹൃദയത്തിലാണുള്ളത്. ഏത് നിലയിൽ? അതിന് ജാതിയുമില്ല, മതമില്ല, എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തി വിശേഷം, ഏകമായ ഒരു രൂപവും ഭാവമില്ലാത്ത അങ്ങനെയുള്ള ചിന്താഗതിയുള്ള, എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുന്ന ഭക്തജനങ്ങളുടെ ഹൃദയത്തിലേക്ക് വിഷ്ണു പോയി. അപ്പോൾ വിഷ്ണുവിനെ കണ്ടി കയറി നോക്കിയാൽ മതി, അങ്ങനെയുള്ള സ്ഥലത്ത് നോക്കിയാൽ മതി. അനന്തരം പ്രചേതസ്സുകൾ എവിടെയായിരുന്നു? വെള്ളത്തിലായിരുന്നു, സമുദ്രത്തിലായിരുന്നു. അവിടെ നിന്ന് കരകയറി. അപ്പോൾ സ്വർഗലോകത്തെ നിരോധിക്കുന്ന പോലെ ഉയർന്നു നിൽക്കുന്ന മരങ്ങളാൽ മൂടപ്പെട്ട ഭൂമിയെ കണ്ട് കോപിച്ചു. അങ്ങനെ പ്രചേതസ്സുകൾ 10,000 വർഷത്തോളം അതിൻ്റെ അടുത്ത് നിന്നിട്ട് വെള്ളത്തുനിന്ന് പുറത്ത് വന്നപ്പോൾ ഭൂമി മുഴുവൻ പുല്ലും ഇതെല്ലാം കൊണ്ട് നിറഞ്ഞ് ആകാശത്ത് നോക്കാൻ വളർന്നു കിടക്കുകയാണ്. അതായത് ആരും അവിടെ നോക്കാനും പറയാനുമില്ല. എന്തേ ഉള്ളൂ? കാടേ എല്ലാം കാടുകൾ നിറഞ്ഞു കിടക്കുക, കാട് പിടിച്ച് കിടക്കുന്നത് എന്ന നിലയിൽ ചിന്തിച്ചാൽ മതി. ഒരു അടുക്കും ചിട്ടിയും ഇല്ലാതെ. കാരണം പ്രാചീന ബർഹി പോയതിൻ്റെ ശേഷം എല്ലാം ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇവർ കയറി നോക്കുമ്പോൾ എല്ലാം കാട് പിടിച്ച് കിടക്കുന്നു. ആകെ ദേഷ്യം വന്നു. 45. അനന്തരം അവർ ഭൂമിയിൽ ഒരു വള്ളിപ്പടർപ്പ് പോലും ഇല്ലാതാക്കി തീർക്കുവാൻ വേണ്ടി, ഭൂമിയിൽ അങ്ങനെ പാട് കളിച്ചോ അങ്ങനെ പറ്റൂല, ഈ ഇത് മുഴുവൻ അടിച്ച് പൊളിച്ച് ഒരു വള്ളിപ്പടർപ്പ് പോലും ഇല്ലാതാക്കുന്ന തരത്തിൽ കോപത്താൽ കൽപ്പാന്തകാലത്തിലെ കാലാഗ്നി രുദ്രൻ കണക്കെ, കാലാഗ്നി രുദ്രൻ കണക്കെ എന്ന് പറഞ്ഞാൽ ലോകം അവസാനിക്കുമ്പോൾ പ്രളയം വരുമല്ലോ, അപ്പം ഭൂമി മുഴുവൻ കത്തിച്ച് നശിക്കും. അതേ അവസരത്തിൽ അതേ രൂപത്തിൽ ഇവർ എന്ത് ചെയ്ത് ഭൂമിയിലെ എല്ലാ ചെടികളെയും നശിപ്പിച്ച് എങ്ങനെ നശിപ്പിച്ചു? മുഖത്ത് നിന്ന് വായുവിൽ നിന്ന് തീയും കാറ്റും വമിപ്പിച്ചിട്ട് എല്ലാം നശിപ്പിക്കാൻ തുടങ്ങി. ചെടികൾ മുഴുവൻ, അവിടെയുള്ള മരങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ തുടങ്ങി. അതായത് ഭൂമിയിൽ സൃഷ്ടി നടക്കുന്നതിനെക്കാട്ടി മുമ്പിൽ ഉള്ളതെല്ലാം നശിച്ചു. ചെടികളെല്ലാം നശിച്ചു. ആ വരണ്ട ഉഷ്ണ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത പറയുകയാണ്. ഭൂമിയെല്ലാം ഉഗ്രമായ ചൂടിൽ എല്ലാ ചെടികളും, ഭൂമിയിലൊന്നുമില്ല, ശൂന്യമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അവിടെ നിന്നാണ് ഇനി സൃഷ്ടി ആരംഭിച്ചിട്ടുകൊണ്ട് കഥ പറയേണ്ടത്. ചുട്ടുചാമ്പലായ വൃക്ഷങ്ങളെ കണ്ട് 46 ചുട്ടുചാമ്പലായ വൃക്ഷങ്ങളെ കണ്ട് അവിടേക്ക് കടന്നു വന്ന ബ്രഹ്മദേവനാണ് സൃഷ്ടി നടത്തുന്നത്. അപ്പോൾ അവിടെ എന്തില്ല? എല്ലാം ചുട്ടുചാമ്പലായി. ആ സ്ഥലം അത് കണ്ടപ്പോൾ ബ്രഹ്മദേവൻ കയറി വന്നു. അപ്പോൾ ഒരു പ്രളയത്തിൽ നശിച്ചതിൻ്റെ ശേഷം വീണ്ടും മന്വന്തരങ്ങളിലൂടെ പുതിയ ജീവജാലങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ കഥയിലൂടെ മനസ്സിലാക്കണം. കഴിഞ്ഞ ഒരു പ്രളയത്തിലൂടെ എല്ലാം നശിച്ചു. എന്നിട്ട് ആദ്യമേ സൃഷ്ടി തുടങ്ങുമ്പോൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ചെടികളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഈ കഥയിൽ ഇങ്ങനെ എഴുതി പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എല്ലാം നശിച്ചു. ഇനി ആദ്യം ചെടികൾ സൃഷ്ടിച്ചെടുക്കണം. കഴിഞ്ഞ പ്രളയത്തിലെല്ലാം നശിച്ചിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഒരു പുതിയ ഭൂമി ഉണ്ടാകുമ്പോഴാണല്ലോ ആദ്യ ജീവജാലങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം വരണ്ടെടുത്തുനിന്ന് തന്നെ തുടങ്ങണമല്ലോ. അതുകൊണ്ട് ആ നിലയിൽ പറയുന്നതായിട്ട് കണ്ടാൽ മതി. അപ്പോൾ
അപ്പോൾ ബ്രഹ്മദേവനാണല്ലോ സൃഷ്ടി നടത്താനുള്ള ഉത്തരവ്. അദ്ദേഹം പ്രാചീന പാരീസിന്റെ പുത്രന്മാരുടെ സമീപിച്ചിട്ട് നീതി വചനങ്ങൾ കൊണ്ട് സമാധാനിപ്പിച്ചു. നല്ല വചനങ്ങൾ കൊണ്ട് അവരെ ആദ്യം ശാന്തമാക്കി. എന്നിട്ട് 47 അവിടെ അവശേഷിച്ച വൃക്ഷങ്ങൾ ഭയന്നുപോയി. അപ്പൊ എല്ലാം കത്തി നശിച്ചപ്പോൾ പിന്നെ അവശേഷിച്ച കുറച്ച് വൃക്ഷങ്ങൾ, അതായത് ഈ അവശിഷ്ടങ്ങളാണ് അടുത്ത യുഗത്തിലെ സൃഷ്ടിക്കുള്ള പ്രേരക വസ്തുക്കളായിട്ട് മാറുന്നത്. അങ്ങനെ അവശേഷിച്ച വൃക്ഷങ്ങൾ ഭയന്നുപോയി. ബ്രഹ്മാവ് ഉപദേശിച്ച പ്രകാരം അവർ സ്വപുത്രിയെ പ്രജേതസ്സുകൾക്ക് കാഴ്ചവെച്ചു. അങ്ങനെയാണ് ആ വൃക്ഷങ്ങള് പോറ്റി വളർത്തിയ മകളെ, ആ ഇലയിലുള്ള ഇലക്ട്രോണിനെ ഈ പ്രജേതസ്സുകൾക്ക് കൊടുത്തത്. അപ്പൊ എല്ലാം ശൂന്യമായി കത്തി നശിച്ച സ്ഥലത്ത് നിന്ന് ആ ജൈവ വസ്തുക്കളും അതിൻ്റെ ചെറിയ അംശങ്ങളും ഈ ഇലക്ട്രോണും, ചെടികൾ പോറ്റി വളർത്തിയ ഇലക്ട്രോണും കൂടിയിട്ടാണ് ഇനി പുതിയ സൃഷ്ടിക്രമം തുടങ്ങുന്നത്. 48 അവരും ബ്രഹ്മാവിൻ്റെ കൽപ്പന പ്രകാരം മാരിഷി എന്ന വാർഷിക വിവാഹം കഴിച്ചു. അവളെ വിവാഹം കഴിച്ചു. ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷൻ മഹാദേവനെ അപമാനിച്ചതിനാൽ ആ ശരീരം വിട്ട് വാർഷിയിൽ വന്നു പിറന്നിരുന്നു. അപ്പൊ ദക്ഷന്റെ അടുത്തേക്ക് പോവുകയാണ്. ദക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പറഞ്ഞതാണ്, ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ആണ് ദക്ഷൻ. അപ്പം ദക്ഷനാണ് വാർഷിയിൽ വന്നു പിറന്നത്. അതായത് ഈ കുട്ടി, അതിൽ നിന്നാണ് ആ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലുള്ള ഇലക്ട്രോണാണ് ഇനി ഇതിൽ പങ്കെടുക്കാൻ പോകുന്നത്. കാരണം ഏറ്റവും പുറത്ത് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലുള്ള ഇലക്ട്രോണാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുക. ആ ഇലക്ട്രോണാണ് ഇവിടെ എന്ന് പറയുകയാണ്. ദക്ഷൻ പണ്ട് മഹാദേവനെ അപമാനിച്ചപ്പോൾ ആ ശരീരം ത്യജിച്ചു. എന്നിട്ട് വാർഷിയിൽ വന്നു പിറന്നു. ഇനി 49 പൂർവ ശരീരം കാലത്താൽ തകർന്നു പോകവേ ചാക്ഷുഷമെന്ന മന്വന്തരം വന്നപ്പോൾ, ഇപ്പോൾ ഒരു പ്രളയം കഴിഞ്ഞിട്ട് അടുത്ത മന്വന്തരത്തിൽ, പ്രളയം കഴിഞ്ഞിട്ട് ഭൂമിയെല്ലാം നശിച്ചിട്ട് ആ മന്വന്തരത്തിൽ നിന്നാണ് പിന്നെ സൃഷ്ടി ആദ്യം തുടങ്ങേണ്ടത്. ഇപ്പം ചാക്ഷുസം എന്ന മന്വന്തരത്തിലാണ്. അപ്പോൾ ഒരു പ്രളയം കഴിഞ്ഞിട്ട് അടുത്ത മന്വന്തരം, പല മന്വന്തരങ്ങളുണ്ടല്ലോ, ആ മന്വന്തരങ്ങളിൽ നിന്നാണ് പിന്നെ ആദ്യ സൃഷ്ടി തുടങ്ങേണ്ടത്. അപ്പോൾ കഴിഞ്ഞതിൽ ദക്ഷന്റെ മരിച്ചിട്ട് ശിവന്റെ കോപത്താൽ മരിച്ച ആ കഥ അറിയാം. എന്നിട്ട് വന്ന് പിറന്നതാണെന്നാണ് പറയുന്നത്. എന്തിന്? ചാക്ഷുസം എന്ന മന്വന്തരം വന്ന് പിറന്നപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഈശ്വര പ്രേരിതനായി, ഈശ്വരനിൽ നിന്നും പ്രേരിതനായി. ഈശ്വരന്റെ പ്രേരിത മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ബ്രഹ്മത്തിന്റെ പ്രേരണ എന്താണ്? പുതിയൊരു സൃഷ്ടിക്രമം ആരംഭിക്കണം. അങ്ങനെ സൃഷ്ടിക്രമം ആരംഭിക്കുന്ന ഇതിൽ നിന്നാണ്? ആറ്റങ്ങളിലൂടെയാണ്. ആറ്റങ്ങളിൽ ഓർബിറ്റിലൂടെയാണ്. ആ ഓർബിറ്റാണ് ദക്ഷൻ. ഏറ്റവും പുറത്തെ ഓർബിറ്റാണ് ദക്ഷൻ. അപ്പോൾ ഈശ്വര പ്രേരിതനായ ഇച്ഛ കൊണ്ട് പ്രജകളെ സൃഷ്ടിക്കുവാൻ ചിന്തിച്ചിരുന്നുവോ അദ്ദേഹമാണ് ദക്ഷൻ. അപ്പോൾ പിന്നത്തെ ജന്മത്തിൽ, അടുത്ത മന്വന്തരത്തിൽ പുതിയ സൃഷ്ടി നടത്തുവാൻ ഈശ്വരന് വേണ്ടിയിട്ട് ആ പരമാത്മാവിൻ്റെ തത്വപ്രകാരം
പുതിയ സൃഷ്ടി തുടങ്ങുവാനുള്ള ഇച്ഛയോടുകൂടി വന്നവനാണ് ഈ ദക്ഷൻ. 50 പറയാണ്, തൻ്റെതായ തേജസ്സിനാൽ എല്ലാ തേജസ്സുകളുടെയും തേജസ് കടന്നെടുത്തവനാണ് ഈ ദക്ഷൻ. അതായത് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായിരിക്കുന്നു എല്ലാം തേജസ് കവർന്നെടുത്തവനാണ് ഈ ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ്. ആ ഓർബിറ്റിലുള്ള ഇലക്ട്രോണുകളാണ് ഇനി പുതിയ പുതിയ സൃഷ്ടികൾക്ക് കൂടിക്കൂടിച്ച പലതരം ആറ്റങ്ങൾ ദക്ഷന്മാരെല്ലാം ഒരു ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലുള്ള പൊതുവായ പേരാണ് ദക്ഷൻ. അപ്പോൾ ആ ഓർബിറ്റിലെ ഇലക്ട്രോണുകൾ മറ്റുള്ള ഓർബിറ്റിലെ ഇലക്ട്രോണുകളുമായിട്ട് കൂടിച്ചേർന്നിട്ടാണ് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നതും പ്രപഞ്ച ആറ്റങ്ങൾ, തന്മാത്രകൾ, അതിലൂടെ പുതിയ പുതിയ വസ്തുക്കൾ, ജീവജാലങ്ങളെല്ലാം പ്രപഞ്ചത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെയുള്ള ദക്ഷൻ എല്ലാ തേജസ്സും തേഞ്ഞാലാണെന്ന് പറഞ്ഞാൽ ആ ദക്ഷന്റെ തേജസ്സിൽ നിന്നാണ് ഇനി പ്രപഞ്ചം മുഴുവൻ ഉണ്ടാകാൻ പോകുന്നത്. അതിനാൽ കർമ്മങ്ങളുടെ ദക്ഷത്വം അഥവാ കുശലത, ദക്ഷത്വം എന്ന് പറഞ്ഞാൽ കുശലത. അപ്പോൾ അത്രയും കൗശലക്കാരനാണ് ഈ ഓർബിറ്റ്, ആറ്റങ്ങളുടെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ്. അതിനാണ് ദക്ഷൻ എന്ന് പറയുന്നത്. അത്രയും കൗശലമുണ്ട്. ഈ പ്രപഞ്ചമായി മാറുന്ന ഈ ജീവജാലങ്ങളെല്ലാമായി മാറുന്നതിനുള്ള പിന്നിലുള്ള ആ ശക്തിവിശേഷമാണ് ദക്ഷൻ. അങ്ങനെ കുശലതയുണ്ടാകുന്നു. അതുകൊണ്ടാണ് ദക്ഷത്വം എന്ന് പറയുന്നത്. അത് നിമിത്തമാണ് ദക്ഷൻ എന്ന് പറയുന്നത്. കുശലത കാരണം അല്ലെങ്കിൽ ദക്ഷത്വം കാരണമാണ് അദ്ദേഹത്തിന് ദക്ഷൻ എന്ന പേര് വന്നത്. ബ്രഹ്മാവ് എന്ത് ചെയ്തു? അദ്ദേഹത്തെ അത്രയെല്ലാം തികഞ്ഞവനെ പട്ടാഭിഷേകം ചെയ്ത് വാഴിച്ച് പ്രജാസൃഷ്ടിയുടെ പരിപാലകനാക്കി. പിന്നെ ദക്ഷനാണ് സൃഷ്ടിയെല്ലാം നടത്താനുള്ള ഉത്തരവാദിത്വം ദക്ഷനിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ദക്ഷനിലൂടെ ഇലക്ട്രോണിലാണ് ദക്ഷൻ ഏറ്റവും ഔട്ടർ മോസ്റ്റുള്ള ഇലക്ട്രോണുകളാണ് ഇനി എല്ലാ സൃഷ്ടിയുടെ പിന്നിലും വർക്ക് ചെയ്യുന്നത്. നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിൽ ഇലക്ട്രോണുകളാണ് പങ്കെടുക്കുന്നത്. അത് ഈ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലെ ദക്ഷനിലെ ഇലക്ട്രോണുകളാണ്. അതുകൊണ്ട് സൃഷ്ടിയുടെ എല്ലാ പരിപാലന ചുമതലയും ദക്ഷനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ദക്ഷൻ എന്ത് ചെയ്തു? മറ്റു പ്രജാപതിമാരെയെല്ലാം അതാത് കാര്യങ്ങൾക്ക്, രാജാവാണല്ലോ, മറ്റുള്ള പ്രജാപതിമാരെയെല്ലാം അതാത് കാര്യങ്ങൾക്കായി ചുമതലപ്പെട്ടു. അതോടുകൂടി ആ അധ്യായം കഴിയുകയാണ്.